യെസ്, PDF വിസിബിൾ ആണല്ലോ അല്ലേ? സൂം ചെയ്യാം. PDF വിസിബിൾ ആണ്. കുഴപ്പമില്ല മോസിന്, കുഴപ്പമില്ല. ഓക്കെ, സൗണ്ടിന് ചെറിയ പ്രശ്നമുണ്ട്, എന്നാലും കുഴപ്പമില്ല. നമ്മുടെ ക്ലാസ് പെൻഡിങ് ആവാൻ പാടില്ലല്ലോ. സോ ഐ തിങ്ക് PDF ഈസ് വിസിബിൾ അല്ലേ? PDF വിസിബിൾ ആണല്ലോ? യെസ്, വിസിബിൾ ആണ്. റൈറ്റ്. സോ ഇന്നലെ ഞാൻ ഗ്രൂപ്പിൽ ഒരു PDF ഇട്ടിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പൊ അത് നിങ്ങൾ വായിച്ചിട്ടുണ്ടാവും. ഓക്കെ, അറ്റ്ലീസ്റ്റ് ഒരു പ്രാവശ്യമെങ്കിലും അത് വായിച്ചിട്ടുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നു അല്ലേ? ദി പൊളിറ്റിക്കൽ അസോസിയേഷൻ ബിഫോർ INC അല്ലെ? നമ്മൾ സീക്വൻസ് അനുസരിച്ച് ഇങ്ങനെ പഠിച്ചു പോവാണ് അല്ലെ? മോഡേൺ ഹിസ്റ്ററി കറക്റ്റ് ആയിട്ട് സീക്വൻസ് അനുസരിച്ച് നമ്മൾ ഇങ്ങനെ പഠിച്ചു പോവാണ് അല്ലെ? നമ്മൾ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റിൽ എത്തി നിൽക്കുകയാണ്, ഫോർമേഷൻ ഓഫ് ദി INC അല്ലെ? ഫോർമേഷൻ ഓഫ് ദി INC, മോഡറേറ്റുകൾ, എക്സ്ട്രീമിസ്റ്റുകൾ അല്ലെ? ഇതൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അതിനുള്ള കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. ഓക്കെ, പ്രിലിംസ് കം മെയിൻസ് പെർസ്പെക്റ്റീവിലാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. എന്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ഈ ക്ലാസ് കഴിയുമ്പോഴേക്ക് നിങ്ങൾക്ക് മെയിൻസിന് എഴുതേണ്ട പോയിന്റ്സും നിങ്ങളുടെ കയ്യിൽ ഉണ്ടാവണം. അതും എന്റെ ഒരു പ്രയോറിറ്റിയാണ്. അല്ലാതെ ചുമ്മാ പ്രിലിംസിന് മാത്രമാണെങ്കിൽ ഇത്രയും ഡെപ്ത് ആയിട്ടുള്ള രീതിയിൽ ക്ലാസ് എടുക്കേണ്ട ആവശ്യമില്ല അല്ലെ? അപ്പോ പോയിന്റുകൾ അല്ലെ, എക്സാക്ട്ലി 3 മാർക്കിനും 5 മാർക്കിനും ഒക്കെ പോയിന്റുകൾ എത്ര ഭംഗിയായി എഴുതാൻ പറ്റും അതുകൂടി കൺസിഡർ ചെയ്തിട്ടാണ് ഈ PDF ഉണ്ടാക്കിയിരിക്കുന്നത്. സോ സീക്വൻസ് മനസ്സിലാക്കുക. INC ഫോർമേഷൻ ചെയ്യുന്നതിന് മുമ്പ് അല്ല, കുറച്ച് പൊളിറ്റിക്കൽ അസോസിയേഷൻസ് ഉണ്ടായിരുന്നു. ആ പൊളിറ്റിക്കൽ അസോസിയേഷൻ അല്ലെ പിന്നീട് INC ഫോർമേഷനിലേക്ക് വഴിതെളിച്ചു അല്ലെ? അല്ലാതെ ഒറ്റ ദിവസം ഒരു INC ഫോർമേഷൻ പൊട്ടിമുളച്ചതല്ല. ഇവഞ്ച്വലി ഹിസ്റ്ററിയിൽ നടക്കുന്ന ഒരുപാട് കാര്യങ്ങൾ അല്ലെ, അതൊക്കെ കൂടി INCയുടെ ഫോർമേഷനായി. ശ്രദ്ധിക്കണം, ഫോർമേഷൻ അതായത് ഓർഗനൈസേഷനും അതിന്റെ ഫൗണ്ടേഴ്സിന്റെ പേരെങ്കിലും അറ്റ്ലീസ്റ്റ് ഓർത്തിരിക്കണം. ഓക്കെ, പൊളിറ്റിക്കൽ അസോസിയേഷൻ ബിഫോർ INC അല്ലെ, 1885 മുമ്പുള്ളത്. അതിന്റെ ഫൗണ്ടേഴ്സിന് അറ്റ്ലീസ്റ്റ് അതെങ്കിലും ഓർത്തിരിക്കണം. ഓക്കെ, എക്സാമിന് ചോദിക്കാൻ സാധ്യതയുണ്ട് അല്ലെ? ബോംബെ പ്രസിഡൻസി അസോസിയേഷന്, ഇന്ത്യൻ നാഷണൽ മൂവ്മെന്റ്, ബംഗാൾ ബ്രിട്ടീഷ് ഇന്ത്യൻ അസോസിയേഷൻ അല്ലെ, ബംഗാൾ ഇന്ത്യൻ അസോസിയേഷൻ, പൂനെ സാർവജനിക് സഭ അല്ലെ? അപ്പൊ അതൊക്കെ നിങ്ങൾ ആലോചിക്കണം, അതൊക്കെ നിങ്ങൾ പഠിക്കണം, ബൈഹാർട്ട് പഠിച്ചു വെക്കുക. ഫൗണ്ടറിന്റെയും ഓർഗനൈസേഷന്റെയും പേര്, അത് നിങ്ങളുടെ ഡ്യൂട്ടിയാണ്. സോ അത് ഫോം ചെയ്തിട്ട് അല്ലെ ഇവഞ്ച്വലി INCയിലേക്ക് പോവുകയാണ്. നമ്മൾ INCയുടെ കാര്യം പഠിക്കാൻ പോകുന്നു അല്ലെ? സോ വാട്ട് ആർ ദ ഫാക്ടേഴ്സ് പ്രൊമോട്ടിംഗ് ദ ഗ്രോത്ത് ഓഫ് നാഷണലിസം ഇൻ ഇന്ത്യ അല്ലെ? ഈ നാഷണലിസത്തിന്റെ ഭാഗമായിട്ടാണ് അല്ലെ ഈ INCയുടെ ഫോർമേഷൻ ഒക്കെ രൂപീകരിച്ചിട്ടുള്ളത് അല്ലെ? സോ വാട്ട് ആർ ദ ഫാക്ടേഴ്സ് ദാറ്റ് ലെഡ് ടു ദി പ്രൊമോഷൻ അല്ലെങ്കിൽ പ്രൊമോട്ടിംഗ് ഓഫ് ദി ഗ്രോത്ത് ഓഫ് നാഷണലിസം ഇൻ ഇന്ത്യ? ഫസ്റ്റ് തിങ് എന്താണ്? പൊളിറ്റിക്കൽ യൂണിറ്റി അല്ലെ? പൊളിറ്റിക്കൽ യൂണിറ്റി. ഫോർ ദ ഫസ്റ്റ് ടൈം ഇൻ ദി ഹിസ്റ്ററി, മോസ്റ്റ് ഓഫ് ദ റീജൻ ഇൻ ഇന്ത്യ വേർ യുണൈറ്റഡ് പൊളിറ്റിക്കലി ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ്ലി അണ്ടർ ദി ബ്രിട്ടീഷ് പവർ അല്ലെ? ഒരുപാട് ഓർഗനൈസേഷൻ ഉണ്ടാവുകയാണ് അല്ലെ? ഒരുപാട് ഓർഗനൈസേഷൻ ഉണ്ടാവുന്നതുകൊണ്ട് തന്നെ ദർ വിൽ ബി എ പൊളിറ്റിക്കൽ യൂണിറ്റി അല്ലെ? ഡിഫറെന്റ് ഗ്രൂപ്പുകൾ പൊളിറ്റിക്കൽ പരമായിട്ട് നമ്മൾ യുണൈറ്റ് ചെയ്യുകയാണ് അല്ലെ? ഡെവലപ്മെന്റ് ഓഫ് ദി കമ്മ്യൂണിക്കേഷൻ ആൻഡ് ട്രാൻസ്പോർട്ട് അല്ലെ, നാഷണലിസത്തിന് വഴിതെളിച്ചു അല്ലെ? ഇൻട്രൊഡക്ഷൻ ഓഫ് റെയിൽവേസ്, ടെലിഗ്രാഫ്, പോസ്റ്റൽ സർവീസസ്, കൺസ്ട്രക്ഷൻ ഓഫ് ദ റോഡ്, കനാൽസ് അല്ലെ? ഇതൊക്കെ എന്തായി? നമ്മുടെ ജനങ്ങൾ തമ്മിൽ അല്ലെ, ലീഡേഴ്സ് അല്ലെങ്കിൽ ഇന്ത്യൻസുമായിട്ട് കുറച്ചുകൂടി അടുപ്പത്തിലാവാൻ തുടങ്ങി അല്ലെ? കുറച്ചുകൂടിയും ഈസി ആയിട്ട് കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം അല്ലെ? കുറച്ചും കൂടിയും അവർ വിചാരിച്ചു കഴിഞ്ഞാൽ ഡയറക്ട്ലി കാണാൻ പറ്റും. സോ കമ്മ്യൂണിക്കേഷൻ കുറച്ചുകൂടി എളുപ്പമാക്കി അല്ലെ? Communication among the Indians brought Indians nearer to each other. So development of communication and transport is also a reason. English language and Western education അല്ലെ, അതും നമ്മുടെ നാഷണലിസത്തിലേക്ക് വഴിതെളിച്ചിട്ടുണ്ട് അല്ലെ? ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ, നമ്മൾ കൂടുതൽ കാര്യങ്ങൾ പഠിക്കുകയാണ് അല്ലെ? ലിബർട്ടി അല്ലെ, പല രാജ്യങ്ങളിലുള്ള കുറെ കോൺസെപ്റ്റുകൾ, ലിബർട്ടി, ഈക്വാലിറ്റി, ഫ്രീഡം, ഇതൊക്കെ നമ്മൾ പഠിക്കുകയാണ്. അപ്പൊ ഇതൊക്കെ നമ്മുടെ ഈ പറഞ്ഞ പോലെ നാഷണലിസത്തിന് അല്ലെ, ഈ പറഞ്ഞിട്ടുള്ള രീതിയിൽ നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്. ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ and Western education അല്ലെ? English educated Indians who led the national movements അല്ലെ, developed Indian nationalism and organized Western education facilitated the spread of liberty, equality, freedom and nationalism. അതിനുശേഷം the role of press അല്ലെ? The role of press അല്ലെ? Press both English as well as vernacular language. Vernacular language എന്ന് പറഞ്ഞാൽ ലോക്കൽ ലാംഗ്വേജ് അല്ലെ? അപ്പോ മാധ്യമങ്ങളുണ്ട് അല്ലെ? മാധ്യമങ്ങൾ എന്ന് പറഞ്ഞാൽ പ്രസിന്റെ അല്ലെ, ന്യൂസ് പേപ്പേഴ്സിന്റെ, ജേർണൽസിന്റെ,
അതിന്റെയും റോള് ഭയങ്കരമായിരുന്നു അല്ലെ, അറിയാം. ഇറ്റ് ഓൾസോ അറൗസ് ദി നാഷണൽ കോൺഷ്യസ്നെസ് അല്ലെ, ഒരു രാജ്യം എന്നുള്ള രീതിയിൽ വളരെ വളരെ നല്ല രീതിയിൽ പ്രസിന്റെ റോള് അല്ലെങ്കിൽ ഇംഗ്ലീഷിലും വെർണാക്കുലർ ലാംഗ്വേജ് ഉണ്ടായിട്ടുണ്ടായിരുന്നു. സോഷ്യൽ ആൻഡ് റിലീജിയസ് മൂവ്മെന്റ് നമ്മൾ പഠിച്ചു. സോഷ്യൽ ആൻഡ് റിലീജിയസ് മൂവ്മെന്റ് ഇൻ 19th സെഞ്ചുറി അല്ലെ. ഇതൊക്കെ കൂടിയിട്ടാണ് നമുക്ക് നാഷണലിസം എന്നുള്ള രീതിയിലേക്ക് ഒരു തോട്ട് വരുന്നത് അല്ലെ. അതുവരെ ഇങ്ങോട്ടേക്കും അങ്ങോട്ടേക്കും ചിന്നി ചിതറി കടന്നിരിക്കുന്ന ഇന്ത്യൻ സൊസൈറ്റി അല്ലെങ്കിൽ ഇന്ത്യൻ പോപ്പുലേഷനാ എല്ലാം കൂടി ഒരുമിച്ച് കൊണ്ടുവരാൻ ഈ പല ഓർഗനൈസേഷനും സാധിച്ചിട്ടുണ്ട് അല്ലെ. സോഷ്യോ റിലീജിയസ് മൂവ്മെന്റ് ലൈക്ക് ബ്രഹ്മ സമാജ്, രാമകൃഷ്ണ മിഷൻ, ആര്യ സമാജ്, അതൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും, ഉറപ്പായിട്ടും പഠിച്ചിട്ടുണ്ടാവും, ഇമ്പോർട്ടന്റ് ആണ്. ഒരു കാര്യം കൂടി ഞാൻ പറയാണ്, ഒന്നുകൂടി പറയാണ്, സോഷ്യോ റിലീജിയസ് മൂവ്മെന്റ് എന്നാണ് നമ്മുടെ സിലബസിൽ എടുത്ത് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, എടുത്ത് കൊടുത്തിട്ടുണ്ട് മോഡേൺ ഹിസ്റ്ററിയിൽ, നിങ്ങൾ നോക്കിയാൽ മതി. അതുകൊണ്ട് തന്നെ അത് ഇമ്പോർട്ടന്റ് ആണ്. കഴിഞ്ഞ കേസിന് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടില്ല എന്ന് വിചാരിച്ച് ഈ പ്രാവശ്യം ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ടോപ്പിക്കാണ്. അതുകൊണ്ട് ഡെഫിനറ്റ്ലി ഞാൻ തരുന്ന PDF നിങ്ങൾ അറ്റ്ലീസ്റ്റ് ഒരു തവണയെങ്കിലും അത് റീഡ് ചെയ്യണം. ഫൗണ്ടേഴ്സിനെയും ഓർഗനൈസേഷന്റെ പേരും ഓർത്തിരിക്കണം അല്ലെ. സോ സോഷ്യോ റിലീജിയസ് മൂവ്മെന്റ് ഓഫ് ദ 19th സെഞ്ചുറി അല്ലെ, ഇതും ഒരു റീസൺ ആയി. എക്കോണമിക് എക്സ്പ്ലോയിറ്റേഷൻ ആണ്, എക്സ്പ്ലോയിറ്റേഷൻ ബൈ ദ ബ്രിട്ടീഷ്, ഇതും ഒരു റീസൺ ആയി അല്ലെ. നമ്മുടെ ഇന്ത്യൻ ട്രേഡും ഇന്ത്യൻ ഇൻഡസ്ട്രീസും ഡീസെൻട്രലൈസേഷനും ഡീ ഇൻഡസ്ട്രിയലൈസേഷനും എല്ലാം നമ്മൾ പഠിച്ചു അല്ലെ. അർബൻ സെന്റർ ഇതായതും റൂറലിലേക്ക് വന്നതും അഗ്രികൾച്ചറിൽ ബേർഡൻ ആയതും എല്ലാ കാര്യങ്ങളും നമ്മൾ പഠിച്ചു അല്ലെ. അപ്പൊ ഇതിന്റെയൊക്കെ ഒരു റീസൺ ആണ്, ഇതിന്റെയൊക്കെ ഒരു ഔട്ട്കം ആയിട്ടാണ് നാഷണലിസം വരുന്നത്. ദെൻ അല്ലെ, റേഷ്യൽ ഡിസ്ക്രിമിനേഷൻ, എസ്പെഷ്യലി ദ റിവോൾട്ട് ഓഫ് 1857 അല്ലെ. ഈ റിവോൾട്ടിന്റെ സ്റ്റിൽ ഇന്ത്യൻസും ബ്രിട്ടീഷേഴ്സും തമ്മിലുള്ള ഒരു ബന്ധം വഷളാക്കി ഉണ്ടായിരുന്നു അല്ലെ. ബ്രിട്ടീഷുകാർ ഇത് സ്റ്റിൽ അടിച്ചമർത്തിയിട്ടുണ്ടെങ്കിലും സ്റ്റിൽ ഈ ഒരു ഫസ്റ്റ് വാർ ഓഫ് ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് എന്ന് പറയുന്ന രീതിയിൽ ബ്രിട്ടീഷേഴ്സും ഇന്ത്യൻസിനും ഇടയിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. പിന്നീട് അഡ്മിനിസ്ട്രേഷൻ ഓഫ് ദ ലിറ്റൺ അല്ലെ, ലിറ്റൺ അഡ്മിനിസ്ട്രേഷൻ ഓഫ് ദ ലിറ്റൺ അല്ലെ. ഈ ബംഗാൾ അല്ലെ, നമ്മൾ പഠിച്ചിട്ടുണ്ട് ബംഗാൾ ഫെമീൻ അല്ലെ. ബംഗാൾ ഏകദേശം 10 മില്യണോളം ജനങ്ങൾ പട്ടിണി കിടന്നിട്ട് മരിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ ഒരു സമയത്ത്. ആ സമയത്താണ് ലിറ്റൺ എന്ത് ചെയ്യുന്നത്, ഡൽഹി ദർബാറില് അല്ലെ ഈ പറഞ്ഞ പോലെ ക്യൂൻസിന്റെ ഇതും കാര്യങ്ങളൊക്കെ ലിറ്റൺ അറേഞ്ച്ഡ് ഡൽഹി ദർബാർ at the time when a larger part of the Indian population is with the grip of India അല്ലെ. ഇതിനൊരു സൊല്യൂഷൻ കാണാതെ ലിറ്റൺ ഒക്കെ വേറെ കാര്യത്തിനായിരുന്നു താല്പര്യം അല്ലെ. He passed വെർണാക്കുലർ പ്രസ് ആക്ട്. ഓക്കെ, വെർണാക്കുലർ പ്രസ് ആക്ട് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. അതായത് ഇന്ത്യൻ പ്രസിന്റെ ലിബർട്ടി ഭയങ്കരമായിട്ട് ബാധിച്ചിട്ടുള്ള ഒരു ആക്ട് ആയിരുന്നു വെർണാക്കുലർ പ്രസ് ആക്ട്. ഭയങ്കരമായിട്ട് സെൻസർഷിപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, ഒരുപാട് പേര് അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. വെർണാക്കുലർ പ്രസ് ആക്ട് നമുക്കത് പഠിക്കാനാണ്. which covered the Indian liberty of the Indian press, also the Arms Act അല്ലെ. ആംസ് ആക്ടും വെർണാക്കുലർ പ്രസ് ആക്ടും ആംസ് ആക്ടും ലിറ്റൺ ആണ്, ഓർത്തിരിക്കുക കേട്ടോ, ലിറ്റൺ ആണ് അല്ലെ. ഇന്ത്യൻസിന് ആംസ് കയ്യിൽ വെക്കുന്നതിന് ഒരു പരിധി അല്ലെങ്കിൽ ഒരു പ്രിവെൻഷൻ ഏർപ്പെടുത്തി. ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു പിന്നീട് ലൈസൻസ് കിട്ടാൻ വേണ്ടിയിട്ട് ഇന്ത്യൻസിന്. ഓക്കെ, അപ്പൊ ഈ ഫാക്ടേഴ്സ് ഒക്കെ ഒരു റീസൺ ആണ്. പിന്നീട് ഇൽബർട്ട് ബിൽ കോൺട്രവേഴ്സി അല്ലെ. ഇൽബർട്ട് ബിൽ കോൺട്രവേഴ്സി was passed in the legislative during the period of Ripon അല്ലെ. റിപ്പൺ ഈസ് കൺസിഡേർഡ് ആസ് ഫാദർ ഓഫ് എന്താണ്, റിപ്പന്റെ പ്രത്യേകത എന്താണ് ഒന്ന് പറഞ്ഞേ, ആരെങ്കിലും ഒന്ന് പറഞ്ഞേ. നമുക്ക് ഒരുപാട് ആരെങ്കിലും ഒന്ന് പറഞ്ഞേ. യെസ്, വെരി ഗുഡ്. ലോക്കൽ സെൽഫ് ഗവൺമെന്റ്. ഓക്കെ, റിയാസ് സുൽത്താന പറഞ്ഞിട്ടുണ്ട് അല്ലെ. റിപ്പണ് നമുക്ക് കുറച്ചും കൂടിയും ഫാദർ ഓഫ് ലോക്കൽ സെൽഫ് ഗവൺമെന്റ് അല്ലെ, ഇന്ത്യൻസിന് വേണ്ടിയിട്ട് കുറച്ചുകൂടി നല്ല കാര്യങ്ങളൊക്കെ ചെയ്ത ഒരു വൈസ്രോയ് ആയി നമുക്ക് പറയാം അല്ലെ ലോർഡ് റിപ്പൺ. ലിറ്റൺ കുറച്ചുകൂടി ക്രൂരനായിരുന്നു അല്ലെ. അങ്ങനെ കമ്പയർ ചെയ്താൽ മതി. ഫാദർ ഓഫ് ലോക്കൽ സെൽഫ് ഗവൺമെന്റ് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ഇതൊക്കെ PYQ ആണ്, സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ് അല്ലെ. ഇവിടെ എന്ത് ചെയ്തു, ഇൽബർട്ട് ബിൽ കോൺട്രവേഴ്സി എന്താണ്, ഇവിടെ ലോർഡ് റിപ്പൺ എന്ത് ചെയ്തു, ഈ ഇന്ത്യനും യൂറോപ്യനും തമ്മിൽ ജഡ്ജസ് തമ്മിലുള്ള ഒരു ഡിസ്ക്രിമിനേഷൻ ഇല്ലാതെയാക്കി. ഒബ്വിയസ്ലി ഇതെന്തായി, യൂറോപ്യൻസിന്റെ അടുത്തുനിന്ന് പ്രശ്നമായി അല്ലെ. ഈ കോൺട്രവേഴ്സി നിങ്ങൾക്ക് അറിയായിരിക്കും അല്ലെ. The bill tried to remove the racial inequality between Indians and European judges in the court അല്ലെ. യൂറോപ്യൻസ് ഇതിന് പ്രശ്നം ഉണ്ടാക്കി, അതിന്റെ പേരാണ് ഇൽബർട്ട് ബിൽ കോൺട്രവേഴ്സി അല്ലെ. അതായത് യൂറോപ്യൻ ജഡ്ജസും ഇന്ത്യൻ ജഡ്ജസിനെയും ഒരേപോലെ കാണാമെന്നുള്ള രീതിയിൽ
ഇവർ തമ്മിൽ ഒരു ഡിഫറൻസ് ഇല്ലാത്ത രീതിയിൽ. ഡെഫിനറ്റ്ലി അത് യൂറോപ്യൻസിന്റെ ഇടയിൽ അല്ലെ യൂറോപ്യൻ ജഡ്ജസിന്റെ ഇടയിൽ പ്രൊട്ടക്സ്റ്റ് ഉണ്ടാക്കാനുള്ള സാധ്യത ഉണ്ട്. ആ സമയത്ത് നമുക്ക് അറിയുന്ന കാര്യമാണ്, നാച്ചുറലി അതുണ്ടാവും. റൈസ് ഓഫ് ദ മിഡിൽ ക്ലാസ് ഇന്റലിജൻസ് അല്ലെ ഫ്രം ദ അല്ലെ ആ സമയത്ത് കണ്ടംപററി ആയിട്ട് ലോകത്ത് നടക്കുന്ന പല കാര്യങ്ങളും നമ്മുടെ മിഡിൽ ക്ലാസ് ഇന്റലിജൻസ് അല്ലെ. ദിസ് ഈസ് സം ബേസിക് തിങ്സ്. 2 sections of the Indian National Conference had been held in 1883 and 1885, which had representative drawn from all major towns of India. അല്ലെ നമ്മുടെ INC-യുടെ ഇന്ത്യൻ നാഷണൽ കോൺഫറൻസ് ആണ് കേട്ടോ. ഇന്ത്യൻ നാഷണൽ കോൺഫറൻസ് ആണ്. ഇന്ത്യൻ നാഷണൽ കോൺഫറൻസ് 1883-885 ഓക്കെ, വിച്ച് ഹാഡ് റെപ്രസെന്റേറ്റീവ്സ് ഫ്രം ഓൾ മേജർ ടൗൺസ്. ഓക്കെ, ഇതിന് സുരേന്ദ്രനാഥ ബാനർജിയും ആനന്ദ ബോസും ആണ് ഇതിന് മെയിൻ ആയിട്ട് ആർക്കിടെക്ട് ആയിട്ട് അല്ലെ മെയിൻ ആയിട്ട് നേതൃത്വം നൽകിയിട്ടുള്ളത്. ഫസ്റ്റ് നാഷണൽ കോൺഫറൻസ്. അപ്പൊ ഇതൊക്കെ എന്താണ്? ഇറ്റ് ഇവഞ്ച്വലി ലീഡ്സ് ടു ദി ഫോർമേഷൻ ഓഫ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അല്ലെ. സോ ഇനി മെയിൻസിന് നിങ്ങളോട് 5 മാർക്കിനും 3 മാർക്കിനും വാട്ട് ആർ ദ ഫാക്ടേഴ്സ് വിച്ച് ലെഡ് ടു ദി നാഷണലിസം ഇൻ ഇന്ത്യ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 5 മാർക്കിനാണെങ്കിലും 3 മാർക്കിനാണെങ്കിലും കണ്ടമാനം പോയിന്റുകൾ ഇവിടെ ഉണ്ട്. ഇതെടുത്ത് നിങ്ങൾ എഴുതിയാൽ മതി. ഇതെടുത്ത് നിങ്ങളുടെ രീതിയിൽ എഴുതിയാൽ മതി അല്ലെ. വാട്ട് ആർ ദ ഫാക്ടേഴ്സ് വിച്ച് ലെഡ് ടു ദി പ്രൊമോഷൻ ഓഫ് ദി ഗ്രോത്ത് ഓഫ് ദ നാഷണലിസം ഇൻ ഇന്ത്യ? ദിസ് നാഷണലിസം paved way for the formation of INC. അടുത്തൊരു ഡയമെൻഷൻ, റോൾ ഓഫ് നാഷണലിസ്റ്റ് ആർട്ട് ആൻഡ് ലിറ്ററേച്ചർ അല്ലെ. ഈ സുരേന്ദ്രനാഥ് ബാനർജി ആൻഡ് ആനന്ദ് ബോസ്. ഓക്കെ, ആ PDF ഉണ്ട് ശ്രീലക്ഷ്മി, PDF ഉണ്ട് പേര് കേട്ടോ, ആനന്ദ് ബോസ്. ഇവർ രണ്ടുപേരും ആയിരുന്നു ഇതിന്റെ പ്രൊപ്പൗണ്ടേഴ്സ് മെയിൻ ആയിട്ട് നടത്തിയിരുന്നത്. റോൾ ഓഫ് നാഷണലിസം ആർട്ട് ആൻഡ് ലിറ്ററേച്ചർ. ആർട്ടിന്റെയും ലിറ്ററേച്ചറിന്റെയും റോൾ ടു പ്രൊമോഷൻ ഓഫ് ദി formation of the INC. In 1860, a Bengali play, Neel Darpan, PYQ ആണ്. Deenbandhu Mitra became popular, which reflected the flight of indigo farmers. Bankim Chandra Chatterjee wrote Anand Mad, which contains immoral song Bande Maradhan. Bhartendu Harish Chandra, the father of modern Hindi, also urged its countryman in his poem and plays to buy Swadeshi things. അല്ലെ, ഇതൊക്കെ എന്താണ്? ജസ്റ്റ് ഓർത്തിരുന്നാൽ മതി. ദ റോൾ ഓഫ് ആർട്ട് ആൻഡ് ലിറ്ററേച്ചർ ഇൻ ദ ഫോർമേഷൻ ഓഫ് ദി INC. അങ്ങനെ ഒരു ക്വസ്റ്റ്യൻസ് വന്നാൽ ജസ്റ്റ് ഈ പോയിന്റ്സുകൾ എഴുതിയിരിക്കുക. അങ്ങനെ ദ ഫൈനൽ ഷേപ്പ് അല്ലെ, ദ ഫൈനൽ ഷേപ്പ് ഓഫ് ദി INC അല്ലെ. ഇപ്പൊ ഈ കാര്യങ്ങളൊക്കെ, ഈ ഫാക്ടേഴ്സ് ഒക്കെ അല്ലെ, ഈ ഫാക്ടേഴ്സ് ഒക്കെ എന്തായി? INC-യുടെ ഫോർമേഷൻ അല്ലെ, നാഷണലിസം പ്രൊമോട്ട് ചെയ്തു. അതുകൊണ്ട് തന്നെ INC-യുടെ ഫോർമേഷനിലേക്ക് മുമ്പോട്ട് പോവാണ്. ദ ഫൈനൽ ഷേപ്പ് ഓഫ് ദി INC, ഫൈനൽ ഷേപ്പ് ഓഫ് ദി ഐഡിയ ഓഫ് INC വാസ് ഗിവൺ ബൈ എ റിട്ടയർഡ് ഇംഗ്ലീഷ് സിവിൽ സർവന്റ് A.O. ഹ്യൂം അല്ലെ. ഹ്യൂം മൊബിലൈസ്ഡ് ലീഡിംഗ് ഇന്റലക്ട്സ് അറ്റ് ദ ടൈം വിത്ത് ദെയർ കോപ്പറേഷൻ അല്ലെ. ആ സമയത്ത് ലീഡിംഗ് ആയിട്ടുള്ള ഇന്റലക്ച്വലുകളുടെ ഒക്കെ സപ്പോർട്ട് A.O. ഹ്യൂമിന് കിട്ടിയിട്ടുണ്ടായിരുന്നു അല്ലെ. അങ്ങനെ ഇവോൾവ് ചെയ്ത് അല്ലെ INC-യുടെ ഫോർമേഷനിലേക്ക് നമ്മൾ എത്തി. കറക്റ്റ് ആയിട്ട് സീക്വൻസ് മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലെ. A.O. ഹ്യൂം റിട്ടയർഡ് ആയിട്ടുള്ള ഇംഗ്ലീഷ് സിവിൽ സർവന്റ് ആണ്. അങ്ങനെ INC-യുടെ ഫസ്റ്റ് ഫോർമേഷൻ. ദ ഫസ്റ്റ് സെഷൻ ഓഫ് ദി INC വാസ് ഹെൽഡ് ഇൻ ഗോകുൽദാസ് തേജ്പാൽ സാൻസ്ക്രിത് കോളേജ്. ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ, ഗോകുൽദാസ് തേജ്പാൽ സാൻസ്ക്രിത് കോളേജ് ഇൻ ബോംബെ, ഡിസംബർ 1885 അല്ലെ. ലോർഡ് ഡഫ്രിൻ ആയിരുന്നു ആ സമയത്ത് അല്ലെ ഗവർണർ ജനറൽ. ഇൻ 1885 ഹ്യൂം ആയിരുന്നു ഈ കാലഘട്ടത്തിൽ സെക്രട്ടറി ആയിട്ടിരുന്നത്. ഏർലിയർ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പേര് ഇന്ത്യൻ നാഷണൽ യൂണിയൻ എന്നായിരുന്നു. പിന്നീട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആയി മാറുകയാണ് ചെയ്യുന്നത്. Earlier, INC was known to be by the name of Indian National Union, whose first session was to be convened in Pune. But കോളറയുടെ ഔട്ട്ബ്രേക്ക് കാരണം ഈ പൂനെയിൽ ആദ്യമായിട്ട് കണ്ടക്ട് ചെയ്യാനുള്ള സെക്ഷൻ പിന്നീട് ബോംബെയിലേക്ക് ഷിഫ്റ്റ് ചെയ്യുകയാണ് ചെയ്തത്. ഓക്കെ, ദെൻ
അങ്ങനെ നമ്മുടെ INC ഫോം ചെയ്തു. INC ഫോം ചെയ്തിട്ട് ഞാൻ എന്ത് ചെയ്യും, നിങ്ങൾക്ക് ഈ ഒരു PDF ഗ്രൂപ്പിൽ ഇട്ട് തരും. ഓക്കെ, ദിസ് ഈസ് വിഷൻ IASന്റെ PDF ആണ്. ഇത് നിങ്ങൾ എന്ത് ചെയ്യണം, റീഡ് ചെയ്യണം. ഓക്കെ, INCയുടെ ഫോർമേഷൻ മുതലുള്ള പ്രസിഡന്റും അതിന്റെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഔട്ട്കംസും എല്ലാ കാര്യങ്ങളും ഈ ഒരു PDF ഉണ്ട്. ഓക്കെ, നമ്മൾ ഇങ്ങനെയുള്ള മെറ്റീരിയൽ യൂസ് ചെയ്യാൻ ശ്രമിക്കുക. വളരെ ഭംഗിയായി കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ നോക്കിയ ഫോട്ടോ ഉൾപ്പെടെ വളരെ ഭംഗിയായി കൊടുത്തിട്ടുണ്ട് എല്ലാ കാര്യങ്ങളും. കൽക്കട്ട സെക്ഷൻ, ലക്നൗ സെക്ഷൻ, അല്ലെ, സൂറത്ത് സ്പ്ലിറ്റ്. ഇത് ഡയറക്റ്റ് ഞാൻ ഗ്രൂപ്പിലേക്ക് ഇടില്ല, ബിക്കോസ് ഓഫ് ദ കോപ്പിറൈറ്റ് ഇഷ്യൂസ്. ഞാൻ എന്ത് ചെയ്യാം, അതിന്റെ ഗൂഗിൾ ഡ്രൈവ് കൊടുക്കാം. അപ്പൊ അതിൽ കയറിയിട്ട് നിങ്ങൾ PDF ഡൗൺലോഡ് ചെയ്യാം. ഓക്കെ, കാണുന്നുണ്ടല്ലോ, ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ഇറ ഓഫ് മാസ് നാഷണലിസം എല്ലാം. സോ ഈ PDF ഞാൻ ഗ്രൂപ്പിലിടാം. വൺസ് അഗെയിൻ നിങ്ങൾ PDF അല്ല, PDFന്റെ ഡ്രൈവ് ഞാൻ ഗ്രൂപ്പിലിടാം. നിങ്ങൾ ഡൗൺലോഡ് ചെയ്യുക. ജസ്റ്റ് വൺസ്, ഒരു പ്രാവശ്യമെങ്കിലും ഇത് റീഡ് ചെയ്യണം കേട്ടോ. ഇമ്പോർട്ടന്റ് ആണ്, വളരെ നല്ലൊരു മെറ്റീരിയൽ ആണ്. സിവിൽ സർവീസസിന് യൂസ് ചെയ്യുന്ന മിക്കവർക്കും അറിയായിരിക്കും. വിഷൻ IASന്റെ മെറ്റീരിയൽ ആണ്. ദിസ് ഈസ് മോർ ദൻ ഇനഫ് ഈ INCയുടെ സെക്ഷൻ പഠിക്കാൻ വേണ്ടിയിട്ട്. ഇമേജസ് ഒക്കെ ഉള്ളതുകൊണ്ട് നിങ്ങൾക്ക് നല്ല രീതിയിൽ മൈൻഡിൽ അവിടെ നിന്നോളും. റിട്ടയർഡ് സിവിൽ സർവന്റ് ശ്രീലക്ഷ്മി, റിട്ടയർഡ് സിവിൽ സർവന്റ്. സോ ബേസിക്കലി നമുക്ക് 3 ഫേസിലായിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും അല്ലെ, INCയുടെ ഫോർമേഷനും അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളും. ഫസ്റ്റ് ഫേസ് അല്ലെ, ഫസ്റ്റ് ഫേസ് 1885 മുതൽ 1905 വരെയാണ്. ഈ ഫേസിന് നമുക്ക് മോഡറേറ്റ് ഫേസ് എന്ന് പറയാം അല്ലെ, മോഡറേറ്റ് ഫേസ് അല്ലെ. ഡ്യൂറിംഗ് ദിസ് ടൈം വിഷൻ ആൻഡ് ആക്ടിവിറ്റീസ് ഓഫ് ദ കോൺഗ്രസ് വെർ ഡിം ആൻഡ് വാഗ്. ഇവിടെ എന്താണ്, കുറച്ചുകൂടിയും മോഡറേറ്റ് ആയിട്ടുള്ള കോൺസ്റ്റിറ്റ്യൂഷണൽ പരമായിട്ടുള്ള രീതിയിൽ നമ്മൾ പ്രൊട്ടസ്റ്റും കാര്യങ്ങളൊക്കെ ചെയ്യും. ഭയങ്കരമായിട്ട് ബ്രിട്ടീഷുകാർക്കെതിരെ റിവോൾട്ട് ഒന്നും ചെയ്യാത്തൊരു ഫേസ് ആണ് ഈ മോഡറേറ്റ് ഫേസുകൾ അല്ലെ, മോഡറേറ്റുകൾ. നമ്മൾ കൂടുതൽ ഇപ്പോ അടുത്ത സ്ലൈഡിൽ പഠിക്കും മോഡറേറ്റ് ഫേസ്. പിന്നീട് വന്നതാണ് 1905 മുതൽ 1918 വരെയുള്ള സെക്കൻഡ് ഫേസ്, വിച്ച് ഈസ് നോൺ ആസ് എക്സ്ട്രീമിസ്റ്റുകൾ അല്ലെ, എക്സ്ട്രീമിസ്റ്റുകൾ. നമ്മൾ ഫസ്റ്റ് ഫേസിൽ നോക്കുകയാണെങ്കിൽ അവരുടെ ഡിമാൻഡ് ഒരിക്കലും പൂർണ്ണ സ്വരാജ്യോ അല്ലെങ്കിൽ കംപ്ലീറ്റ് ഇൻഡിപെൻഡൻസ് ആയിരുന്നില്ല. ഈ ഫസ്റ്റ് ഫേസിൽ മോഡറേറ്റുകളുടെ ഡിമാൻഡുകൾ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇന്ത്യൻസിനെ കൂടുതലായിട്ട് ഈ പറഞ്ഞ പോലെ അഡ്മിനിസ്ട്രേഷൻ ഉൾപ്പെടുത്തുക, അങ്ങനെയുള്ള ഡിമാൻഡുകളായിരുന്നു ഈ പറഞ്ഞ പോലെ ഫസ്റ്റ് ഫേസ് കാലഘട്ടത്തിൽ അല്ല. ഒരിക്കലും അവര് ഒരു പൂർണ്ണ സ്വരാജ് എന്നോ അല്ലെ കംപ്ലീറ്റ് ഇൻഡിപെൻഡൻസ് എന്നോ അവരങ്ങനെ പറഞ്ഞിട്ടില്ല. പിന്നീടാണ് സെക്കൻഡ് ഫേസിലൊക്കെ വരുമ്പോഴാണ് അല്ലെ സ്വരാജ്, സെൽഫ് ഗവൺമെന്റ് ഒരു ആവശ്യമാണെന്നൊക്കെ പറയുന്നത് അല്ലെ എക്സ്ട്രീമിസ്റ്റുകൾ. പിന്നീട് തേർഡ് ഫേസിൽ വരുമ്പോഴാണ് അല്ലെ 1919 to 1947 അല്ലെ. ഇതിന്റെ ഇടയിൽ നടക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്, നോൺ സിവിൽ ഡിസോബീഡിയൻസ് മൂവ്മെന്റ്, ഖിലാഫത്ത് മൂവ്മെന്റ്, എക്സെട്ര എക്സെട്ര എക്സെട്ര. അതൊക്കെ ഈ കാലയളവിലാണ് നടക്കുന്നത്. നിങ്ങൾ ഇതുമായിട്ട് ലിങ്ക് ചെയ്യണം അല്ലെ. 1919 ആക്ട്. ദിസ് ഫേസ് ഈസ് നോൺ ആസ് മാസ് മൊബിലൈസേഷൻ അല്ലെ. മാസ് മൊബിലൈസേഷൻ എന്ന് പറഞ്ഞാൽ ഗ്രൗണ്ട് ലെവലായിട്ട് ജനങ്ങളുടെ പാർട്ടിസിപ്പേഷൻ ഉണ്ടായിരുന്നു അല്ലെ. കോമൺ മെൻ, കോമൺ സിറ്റിസണും ഇതിനൊരു ഭാഗമായി അല്ലെ. മാസ് മൊബിലൈസേഷൻ അണ്ടർ ദി മഹാത്മാഗാന്ധി. ഇവിടെ എന്തായി, പൂർണ്ണ സ്വരാജ് അല്ലെ, പൂർണ്ണ സ്വരാജ്, കംപ്ലീറ്റ് ഇൻഡിപെൻഡൻസ് എന്നുള്ളതായി അല്ലെ. കംപ്ലീറ്റ് ഇൻഡിപെൻഡൻസ്, സെൽഫ് ഗവൺമെന്റ് ഒന്നുമില്ല, കംപ്ലീറ്റ് ഇൻഡിപെൻഡൻസ്. നമുക്ക് പൂർണ്ണമായിട്ട് ഇൻഡിപെൻഡൻസ് വേണമെന്നുള്ള മുദ്രാവാക്യം വരാൻ തുടങ്ങി. ഇതാണ് ബേസിക്കലി 3 ഫേസിന്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്നത്. ഈ ബാക്ക്ഗ്രൗണ്ട് മനസ്സിലാക്കി കഴിഞ്ഞാൽ ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും റീഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് എല്ലാം മനസ്സിലാവും. ഓക്കെ, ജസ്റ്റ് ഓർത്തിരിക്കുക. റൈറ്റ്. Then the first Congress section. The first Congress section ഇത് നമ്മൾ പറഞ്ഞാണല്ലേ? അല്ല. ഫസ്റ്റ് കോൺഗ്രസ് സെക്ഷൻ വാസ് അറ്റൻഡഡ് ബൈ 72 ഡെലിഗേറ്റ്സ്. ഓക്കെ, 72 ഡെലിഗേറ്റ്സിൽ ഏകദേശം 38. ഓക്കെ, ഒരു മിനിറ്റ്, ഞാൻ എക്സാക്ട് നമ്പർ നോക്കട്ടെ. യെസ്, 38 പേരും ലോയേഴ്സ് ആയിരുന്നു കേട്ടോ. അല്ല, 72 ആണ് ശ്രീലക്ഷ്മി, 72 ആണ്. 72 പേരുണ്ടായിരുന്നു.
ഫസ്റ്റ് കോൺഗ്രസിന്റെ സെക്ഷൻ അറ്റൻഡ് ചെയ്തത്. ഇതിൽ 38 പേരും ലോയേഴ്സ് ആയിരുന്നു. ഓക്കെ, വിച്ച് റെപ്രസെന്റഡ് ഹൈ ക്ലാസ് അല്ലെ, മിഡിൽ ക്ലാസ് പേഴ്സൺസ്. First Congress section was attended by 72 delegates and it was presided by W.C. Banerjee. In his first, അല്ലെ ഞാൻ പറഞ്ഞിട്ടുള്ള ആ കാര്യം നിങ്ങൾ ഫസ്റ്റ് ഫേസ്, സെക്കൻഡ് ഫേസ്, തേർഡ് ഫേസിലുള്ള ആ ഒരു ബാക്ക്ഗ്രൗണ്ട് ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കുക. നോക്കോ, in his first speech he declared that Congress had immense faith in British sense. അല്ലെ, ഒരിക്കലും ബ്രിട്ടീഷുകാരെ പൂർണ്ണമായി തള്ളി പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഞാൻ നിങ്ങളോട് ഒരു ചോദ്യം ചോദിക്കുകയാണ്. ഈ INCയുടെ ഫോർമേഷന് ലോർഡ് ഡഫറിൻ ആണെന്ന് നമ്മൾ പഠിച്ചു അല്ലെ, ഗവർണർ ജനറൽ. ഈ ലോർഡ് ഡഫറിൻ അല്ലെങ്കിൽ ബ്രിട്ടീഷ് ഗവൺമെന്റ് ഇതിനെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നോ ഇല്ലയോ അറിയാമോ? അതായത് INCയുടെ ഫോർമേഷൻ തുടക്കത്തിൽ ഇനീഷ്യൽ സ്റ്റേജിൽ അല്ലെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നോ ഇല്ലയോ? യെസ്, സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ജെ, വെരി ഗുഡ്, ഉണ്ട് അല്ലെ. പിന്നീടാണ് അല്ലെ, പിന്നീട് പതുക്കെ 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 അത് നമ്മൾ പഠിക്കും. സോ ഇമ്മൻസ് ഫെയ്ത്ത് ഇൻ ദ ബ്രിട്ടീഷ് സെൻസ് ആൻഡ് ജസ്റ്റിസ് അല്ല, ഒരിക്കലും ബ്രിട്ടീഷുകാരെ തള്ളി പറഞ്ഞിട്ടില്ല. ഇവരുടെ ഡിമാൻഡുകൾ എന്ന് പറഞ്ഞാൽ വളരെ പരിമിതമായിരുന്നു. പൂർണ്ണ സ്വരാജ് എന്നോ കംപ്ലീറ്റ് ഇൻഡിപെൻഡൻസോ ഒന്നുമല്ല. ഇന്ത്യൻസിനെ കൂടുതലായിട്ട് അല്ലെ ഇവരുടെ ഡിമാൻഡുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്, നമുക്ക് പഠിക്കാം. എന്നിരുന്നാലും ബേസിക്കലി സേഫ്റ്റി വാൾവ് യെസ്, അത് ഞാൻ പറയാം. സേഫ്റ്റി വാൾവും ലൈറ്റ്നിങ് കണ്ടക്ടർ തിയറിയും അല്ലെ. ജെ, വെരി ഗുഡ്. അപ്പൊ ഇവരുടെ ആവശ്യം എന്താണ്? ഇന്ത്യൻസിനെ കുറച്ചുകൂടിയും ഈ പറഞ്ഞ പോലെ അഡ്മിനിസ്ട്രേഷനിലേക്ക് ഉൾപ്പെടുത്തുക, ഇന്ത്യൻസിന് റെപ്രസെന്റേറ്റീവ്സ് കൊടുക്കുക, അങ്ങനെയായിരുന്നു അല്ലെ. കോൺഗ്രസ് വാസ് ലോയൽ ആൻഡ് വിഷർ ഓഫ് ദി ഗവൺമെന്റ് അല്ലെ, ഇംഗ്ലീഷ് ഗവൺമെന്റ്. ആൻഡ് ഇൻ റിട്ടേൺ ദേ ഡിമാൻഡഡ് ഗ്രേറ്റ് റെപ്രസെന്റേഷൻ ഓഫ് ഇന്ത്യൻസ് ഇൻ ഹയർ ആൻഡ് ഹൈ പോസ്റ്റ്, ഗവൺമെന്റിന്റെ ഹൈ പോസ്റ്റിൽ അല്ലെ. ഓർത്തിരിക്കുക. ഇവിടെ നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് മനസ്സിലാകുന്നുണ്ടല്ലോ വാട്ട് വെയർ ദ ഡിമാൻഡ് ഓഫ് ദി മോഡറേറ്റ്സ് അല്ലെ. മോഡറേറ്റുകളുടെ ഡിമാൻഡുകൾ എന്തായിരുന്നു, എങ്ങനെയാണ് എക്സ്ട്രീമിസ്റ്റുകൾ അല്ലെ ഉടലെടുത്തത്, എന്തുകൊണ്ടാണ്, ഏത് റീസൺ ആണ് എന്നൊക്കെ അല്ലെ. വാട്ട് ആർ ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദി മോഡറേറ്റ് ആൻഡ് എക്സ്ട്രീമിസ്റ്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറ്റ്ലീസ്റ്റ് കുറച്ച് കാര്യങ്ങളെങ്കിലും ഇപ്പൊ എഴുതാൻ പറ്റും അല്ലെ, ബാക്ക്ഗ്രൗണ്ട് മനസ്സിലാക്കി പഠിക്കുന്നുണ്ടാണ്. കംപ്ലീറ്റ് സെക്ഷൻ PDF അല്ലെ, ഓൾറെഡി ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇതാണ് ഞാൻ പറഞ്ഞത്, ഈ PDF-ന്റെ കാര്യമാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. ഇതിന്റെ ഡ്രൈവിന്റെ ലിങ്ക് ഞാൻ ഇട്ടുതരാം, നിങ്ങൾ അത് ഡൗൺലോഡ് ചെയ്യുക, പഠിക്കുക അല്ലെ. ദെൻ എന്താണ് ഈ സേഫ്റ്റി വാൾവ് തിയറി അല്ലെ? INCയുടെ ഫോർമേഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ് സേഫ്റ്റി വാൾവ് തിയറി അല്ലെ. അതിനെ കുറിച്ച് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. സിമ്പിൾ ആണ്, കോംപ്ലിക്കേറ്റഡ് ആക്കണ്ട. സേഫ്റ്റി വാൾവ് തിയറിയും ആർക്കെങ്കിലും അറിയാവോ? സേഫ്റ്റി വാൾവ് തിയറി ആൻഡ് ലൈറ്റ്നിങ് കണ്ടക്ടർ തിയറി അല്ലെ. ലൈറ്റ്നിങ് കണ്ടക്ടർ തിയറി, ഇത് രണ്ടും INCയുടെ ഫോർമേഷനുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള തിയറീസ് ആണ് അല്ലെ. ആർക്കെങ്കിലും അറിയാവോ? ജെ, ലാലാ ലജ്പത് റായ് പ്രപ്പോസ്ഡ് ഗിവിംഗ് ഫ്രീഡം ഇൻ ഷോർട്ട് ടേംസ്, റിവോൾട്ട് ഓഫ് 1857 പോലെ ഇഞ്ചിയും ഉണ്ടാകാതിരിക്കാൻ. ഓക്കെ, വെരി ഗുഡ്. അപ്പൊ നിങ്ങൾക്ക് അറിയാം അല്ലെ. ദിസ് ഈസ് ഫ്രം ബ്രിട്ടീഷ് പെർസ്പെക്റ്റീവ്, ഇത് ഇന്ത്യൻ പെർസ്പെക്റ്റീവ്. നിങ്ങൾ പറഞ്ഞിട്ടുള്ള കാര്യം തന്നെയാണ്. ഓക്കെ, അത് തന്നെയാണ് ഉദ്ദേശവും. സേഫ്റ്റി വാൾവ് തിയറി അല്ലെ. ദി സേഫ്റ്റി വാൾവ് വാസ് അല്ലെ, നമ്മൾ ജസ്റ്റ് ഒരു പ്രഷർ കുക്കർ ആലോചിക്കുക അല്ലെ. വളരെ ഒരു എക്സാമ്പിൾ ആണ് പ്രഷർ കുക്കർ ആലോചിക്കുക. പ്രഷർ കുക്കർ നമുക്കറിയാം അല്ലെ, ഈ പറഞ്ഞ പോലെ അതിന്റെ പ്രഷർ ഒരു സമയത്ത് ഇങ്ങനെ കൂടി 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 വരുന്ന സമയത്ത് ഇവഞ്ച്വലി അത് പ്രഷർ റിലീസ് ചെയ്യും അല്ലെ. നമ്മുടെ വീട്ടിലൊക്കെ കറിയും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്നതാണ്. അതേപോലെ തന്നെയാണ് ഇവിടെ ഇത് പറയുന്നത്. ഓക്കെ, it was created by means to channel and manage the growing. ഇത് ഞാനിങ്ങനെ എഴുതി കാണിക്കുന്നത് ഇൻഫാക്ട് ക്വസ്റ്റ്യനിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ മൈൻഡിൽ അവിടെ ഇങ്ങനെ പതിഞ്ഞവിടെ നിന്നോളൂ അല്ലെ. മാനേജ് ദ ഗ്രോയിങ് discontent among Indians അല്ലെ. discontent among Indians. ശ്രീലക്ഷ്മി പറഞ്ഞ പോലെ പ്രിവെന്റിങ് it from escalating a violence അല്ലെ. escalating a violence, violent revolution which happened in 1857 അല്ലെ. അതേപോലുള്ള റെവല്യൂഷൻ ഇനി ഉണ്ടാവാൻ പാടില്ല. സോ ഇതെന്താണ്? അക്കോർഡിംഗ് ടു ദിസ് ബ്രിട്ടീഷ്
ഈ സേഫ്റ്റി വാൾവ് അല്ലെ, ഇത് ജനങ്ങളും ഈ പറഞ്ഞ പോലെ അല്ലെ, ജനങ്ങളുടെ ഈ രീതിയിലുള്ള ഫ്രസ്ട്രേഷനും കാര്യങ്ങളൊക്കെ ഒരു പരിധിവരെ ഇത് വെച്ച് പ്രിവെന്റ് ചെയ്യാൻ പറ്റണം അല്ലെ. അതാണ് സേഫ്റ്റി വാൾവ് തിയറി. ക്ലിയർ അല്ലേ? യെസ്, ലാലാ ലജ്പത് റായ് പ്രൊപ്പോസ്ഡ് ഇറ്റ്. ഇതാണ് ബേസിക്കലി ഒരു തിയറി. ക്ലിയർ ആണ്, ഗുഡ്. അതേപോലെ തന്നെ ലൈറ്റ്നിങ് തിയറി അല്ലെ, ലൈറ്റ്നിങ് തിയറി. ഇന്ത്യൻ പെർസ്പെക്ടീവില് ഇന്ത്യൻസ് സോ ദാറ്റ് അല്ലെ, INCയുടെ ഫോർമേഷന് ഓരോരോ ഇഗ്നൈറ്റ് ആയിട്ട് അല്ലെ, ഓരോരോ തീജ്വാലയായിട്ട് അല്ലെ, lightning conducted to unite nationalist forces അല്ലെ. Indians saw it as a nationalist to unite Indians to form a nationalist force and ignite a movement അല്ലെ, ignite ഒരു ചെറിയൊരു തീജ്വാല, ignite the movement for a complete independence. ഓക്കെ, ഇന്ത്യൻ പെർസ്പെക്ടീവില്, ബ്രിട്ടീഷ് പെർസ്പെക്ടീവില്. യെസ്, ഇതാണ് കേട്ടോ ലൈറ്റ്നിങ് കണ്ടക്ടർ തിയറിയും സേഫ്റ്റി വാൾവ് തിയറിയും. ബേസിക്കലി ഈ ഒരു കാര്യം പ്രിലിംസിന് ചോദിക്കാനുള്ള സാധ്യത കുറവാണ്, മെയിൻസിന് ചോദിച്ചു. വാട്ട് ഈസ് ദി സേഫ്റ്റി വാൾവ് തിയറി എന്നൊക്കെ, വാട്ട് ഈസ് എന്നല്ല, വാട്ട് ആർ ദ ഫാക്ടേഴ്സ്, വാട്ട് ആർ ദി പോയിന്റ്സ്, അതാണ് ചോദിക്കുക. റൈറ്റ്. സോ ഇത് ജസ്റ്റ് ഈ 2 പോയിന്റ്സും. അതായത് ശ്രീലക്ഷ്മി, ലൈറ്റ്നിങ് കണ്ടക്ടർ തിയറി എന്ന് പറയുന്നത് ഇന്ത്യൻസിന്റെ സൈഡാണ്. ഓക്കെ, ഇന്ത്യൻസ് ഇതിനെ ഒരു ഓപ്പർച്യൂണിറ്റി ആയി കണ്ടു. എന്ത്? ഈ പറഞ്ഞ പോലെ ഈ INC ഫോർമേഷൻ ഒരു ജ്വാലയായിട്ട് അല്ലെ, അതായത് ഒരു കംപ്ലീറ്റ് ഇൻഡിപെൻഡൻസിനുള്ള ഒരു ഫസ്റ്റത്തെ ഒരു ചുവടുവയ്പ് അതായിട്ടാണ് ഈ പറഞ്ഞ പോലെ ലീഡേഴ്സ് അതിനെ കണ്ടത്. അത്രയേ ഉള്ളൂ. രണ്ടും ഏകദേശം ഒരേപോലെ തന്നെയാണ്. വൺ ഫ്രം ബ്രിട്ടീഷ് പെർസ്പെക്ടീവ്, വൺ ഫ്രം ഇന്ത്യൻ പെർസ്പെക്ടീവ്. ശ്രീലക്ഷ്മി, സേഫ്റ്റി വാൾവ് തിയറിയും ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കുക അല്ലെ. ഇനി മോഡറേറ്റുകളുടെ കുറച്ച് കാര്യങ്ങൾ നമുക്ക് നോക്കാം. ദ പീരീഡ് ഓഫ് ടീ പാർട്ടി പൊളിറ്റിക്സ് അല്ലെ, നമുക്ക് മോഡറേറ്റുകളുടെ ഹിസ്റ്റോറിക്കൻസ് ബിപിൻ ചന്ദ്ര ഒക്കെയാണ് ആർഗ്യൂ ചെയ്തത്. ബിപിൻ ചന്ദ്ര. യെസ്, നമുക്കിവിടെ മോഡറേറ്റ്സുകൾ എന്തായി കാണാം അല്ലെ, ദ പീരീഡ് ഓഫ് ടീ പാർട്ടി പൊളിറ്റിക്സ് അല്ലെ, ഓർ പൊളിറ്റിക്കൽ മെൻഡിക്കൻസി അല്ലെ, ഒരു ടീ പാർട്ടി പൊളിറ്റിക്സ് ആയിട്ടാണ് നമ്മളിവിടെ മോഡറേറ്റുകൾ കാണുന്നത്. നിങ്ങൾക്ക് അതായത് ദേവർ ജസ്റ്റ് അല്ലെ, ഒത്തുകൂടുന്നു, ഈ പറഞ്ഞ പോലെ റെസൊല്യൂഷൻസ് പാസ്സാക്കുന്നു, അത് ബ്രിട്ടീഷുകാർക്ക് കൊടുക്കുന്നു അല്ലെ, ബ്രിട്ടീഷുകാർ എന്ത് ചെയ്യുന്നു അല്ലെ, അങ്ങനെയായിരുന്നു. ഇറ്റ് വാസ് സംതിങ് ലൈക്ക് ടീ പാർട്ടി പൊളിറ്റിക്സ്. ഫ്രം 72 ഡെലിഗേറ്റ്സ് ഇൻ ബോംബെ, the Congress swelled to 434 delegates in the Calcutta section 1886. 1885 നിന്ന് ഒരു വർഷം കഴിയുമ്പോഴേക്ക് തന്നെ 72 ഡെലിഗേറ്റിൽ നിന്ന് 434 ഡെലിഗേറ്റ്സ് ആയി മാറി അല്ലെ, ഒരു ഇൻക്രീസ് ഇൻ ദി നമ്പർ ഓഫ് ദി പീപ്പിൾ. This delegates were elected from various local bodies from different parts of the country. They decided to meet every year in different part of the country every time അല്ലെ. ഇതാണ് നമുക്ക് ഈ പറഞ്ഞ പോലെ ഒരുപാട് ഇങ്ങനെ പഠിക്കാനുള്ളത് അല്ലെ. 1885 പ്രസിഡന്റ് ആരാണ്, 1886 പ്രസിഡന്റ് ആരാണ് അല്ലെ, ഫസ്റ്റ് ഫോറിൻ പ്രസിഡന്റ്, ഫസ്റ്റ് മുസ്ലിം പ്രസിഡന്റ് എന്നൊക്കെ പറഞ്ഞ് നമുക്ക് പഠിക്കാനുള്ളത്. എല്ലാ വർഷവും ബേസിക്കലി ഡിസംബറിൽ ഇവർ മീറ്റ് ചെയ്യും. ഡിസംബറിലാണ്, അത് നിയമവും കാര്യങ്ങളൊന്നുമല്ല, ഒരു കൺവെൻഷൻ ആണ്. ഡിസംബറിൽ ഇവർ മീറ്റ് ചെയ്യും. ഒരു കാര്യം കൂടി ശ്രദ്ധിക്കുക, മീറ്റ് ചെയ്യുന്ന സംസ്ഥാനം ഉണ്ടല്ലോ, ആ സംസ്ഥാനത്തിൽ ഒരു മെമ്പർ പ്രസിഡന്റ് ആവുകയും ഇല്ല. 2 കാര്യം ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കുക. ഓക്കെ, എല്ലാ വർഷവും ഡിസംബർ അവസാനം INC മീറ്റ് ചെയ്യും. ഓക്കെ, ഇറ്റ്സ് എ കൺവെൻഷൻ. അതേപോലെ തന്നെ ആ മീറ്റ് ചെയ്യുന്ന സംസ്ഥാനത്തിലെ ആ വ്യക്തി പ്രസിഡന്റ് ആവുകയും ഇല്ല ഇനീഷ്യലി. ആ 2 കാര്യം ഒന്ന് ഓർത്തിരിക്കുക അല്ലെ. ഡിസംബറിൽ മീറ്റ് ചെയ്യും. They were called as moderate because they trusted in British justice and aimed to protest within the bounds of law. നമ്മൾ പഠിച്ചു അല്ലെ, കോൺസ്റ്റിറ്റ്യൂഷണൽ പരമായിട്ടുള്ള പ്രൊട്ടക്ഷൻ ആണ് ഇവര് ഉദ്ദേശിച്ചിട്ടുള്ളത് മോഡറേറ്റുകൾ. ഒരിക്കലും ഈ പറഞ്ഞ പോലെ റിവോൾട്ടോ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഇൻജസ്റ്റിസോ അല്ലെങ്കിൽ
ഭയങ്കര ഒരു റിവെഞ്ച് എന്നുള്ള രീതിയിലുള്ള ഒരു പ്രൊട്ടസ്റ്റും കാര്യങ്ങളൊന്നും ഇവര് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല ആ ഒരു മോഡറേറ്റുകൾ. അല്ല, ഈ കാര്യങ്ങളാണ് നമ്മൾ ഇത്രയും നേരം പറഞ്ഞുകൊണ്ടിരുന്നത്. അല്ലെ, മോഡറേറ്റുകളുടെ എഡ്യൂക്കേറ്റഡ് അപ്പർ ക്ലാസ്, എഡ്യൂക്കേറ്റഡ് മിഡിൽ ക്ലാസ് എന്ന് പറയും അല്ലെ, അപ്പർ മിഡിൽ ക്ലാസ്, ഇതായിരുന്നു ഇവിടെ മെമ്പേഴ്സ്. അല്ലെ, ഞാൻ പറഞ്ഞു 72 ഡെലിഗേറ്റ്സിൽ 38 പേരും ലോയേഴ്സ് ആണ് അല്ലെ, എഡ്യൂക്കേറ്റഡ് പീപ്പിൾസ്. നോ മാസ് പാർട്ടിസിപ്പേഷൻ അല്ലെ, നോ മാസ് പാർട്ടിസിപ്പേഷൻ അല്ല, ജനങ്ങളുടെ ഒരു പാർട്ടിസിപ്പേഷൻ ഉണ്ടായിരുന്നില്ല അല്ലെ, അല്ല സാധാരണ തട്ടിലുള്ള ജനങ്ങളുടെ പാർട്ടിസിപ്പേഷൻ ഉണ്ടായിരുന്നില്ല അല്ലെ. ഈ രണ്ട് കാര്യങ്ങളും ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കുക മോഡറേറ്റുകളുടെ കാര്യത്തിൽ. The method of work of the moderate, they were dominated by the upper middle classes. Peaceful constitutional agitations within the four walls of the law. ഇതൊക്കെ നമ്മൾ പറഞ്ഞു തന്നെയാണ്, വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്യണം അല്ലെ. സോ ചോദിക്കാം, മെയിൻസിന് ചോദിക്കാം, what were the methods adopted by the moderates to fight against the British? അല്ലെ, to fight against എന്നല്ല, ഫൈറ്റ് എന്ന് പറഞ്ഞ സാധനം ഇല്ലല്ലോ. പീസ്ഫുൾ കോൺസ്റ്റിറ്റ്യൂഷണൽ അജിറ്റേഷൻസ് വിത്തിൻ ദി ഫോർ വാൾസ് ഓഫ് ദ ലോ അല്ലെ, ലീഗലി പരമായിട്ടുള്ള അജിറ്റേഷൻസ്. ദേ മെയിൻലി റിലൈഡ് ഓൺ പ്രേയേഴ്സ്, പെറ്റീഷൻസ്, മീറ്റിംഗ്സ്, സ്പീച്ചസ്, റെസൊല്യൂഷൻസ് ത്രൂ പ്രസ് ആൻഡ് കോൺഗ്രസ് സെക്ഷൻ. അതുകൊണ്ടാണ് ത്രീ പാർട്ടി പൊളിറ്റിക്സ് എന്ന് പറഞ്ഞത് അല്ലെ. ഈ പറഞ്ഞ പോലെ ചുമ്മാ ഇങ്ങനെ മീറ്റിംഗ് കൂടും, ഈ പറഞ്ഞ പോലെ പെറ്റീഷൻസ് ഇതാക്കും അല്ലെ, പ്രേയേഴ്സ്, സ്പീച്ചസ് അല്ലെ, റെസൊല്യൂഷൻസ് പാസ്സാക്കും അല്ലെ. ഇവരെല്ലാം മീറ്റ് ചെയ്യുന്ന സമയത്ത് എല്ലാ പ്രാവശ്യവും റെസൊല്യൂഷൻസ് പാസ്സാക്കും അല്ലെ, ഇന്ന ചെയ്യണം അല്ലെ. ഇൻട്രൊഡക്ഷൻ ഓഫ് ഇന്ത്യൻസ് ഇൻ ടു ദി ICS, ലെജിസ്ലേറ്റീവ് കൗൺസിൽ ഇന്ത്യൻ റെപ്രസെന്റേറ്റീവ്സിനെ കൂട്ടണം അല്ലെ. അങ്ങനെയുള്ള ഒരുപാട് ഡിമാൻഡ്സുകൾ ഉണ്ടായിരുന്നു. അങ്ങനെ ഇവർ പാസ് ചെയ്ത് ബ്രിട്ടീഷ് കൊണ്ടുപോയി കൊടുക്കും. ദ കോൺഗ്രസ് സെൻഡ് ഡെപ്യൂട്ടേഷൻസ് ഓഫ് ഇന്ത്യൻ ലീഡേഴ്സ് ടു ബ്രിട്ടൻ ടു പ്രസന്റ് ദിസ് വ്യൂ പോയിന്റ് അല്ലെ. ഇവരുടെ ആവശ്യങ്ങൾ പരിഗണിക്കാൻ വേണ്ടിയിട്ട് കോൺഗ്രസ് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലെ, മോഡറേറ്റുകൾ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, ആ സമയത്ത് ഇന്ത്യൻസിനെ ബ്രിട്ടനിലേക്ക് സെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ടു പ്രസന്റ് ദെയർ വ്യൂ പോയിന്റ് അല്ലെ. ദാദാഭായ് നവറോജി അറിയാം നിങ്ങൾക്ക് അല്ലെ, become a British MP and spend a large part of his life working on Indian interest. In 1889, a British committee of Indian National Congress was set up in 1890. The weekly journal India was started by this committee to educate the British people about the Indian issues. അല്ലെ, ജേർണൽ ഇന്ത്യ ബ്രിട്ടീഷ് പീപ്പിളിന് ഇന്ത്യൻസിന്റെ ഇഷ്യൂസ് മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് ഇഷ്യൂ ചെയ്ത ഒരു വീക്ക്ലി ജേർണൽ അല്ലെ. In 1892, a session of INC was scheduled to be held in England അല്ലെ, ലണ്ടൻ അല്ലെ. ഇതുകൊണ്ടാണ് നിങ്ങൾ നോക്കിയല്ലേ, മാസസുമായിട്ട് അല്ലെങ്കിൽ ജനങ്ങളുമായിട്ട് ഇവർ ഡയറക്റ്റ് ആയിട്ടുള്ള ഒരു കോണ്ടാക്ട് ഇല്ല. ഇവരുടെ ഈ പറഞ്ഞ പോലെ ആവശ്യങ്ങളും കാര്യങ്ങളൊക്കെ ജനങ്ങളുടെ ആവശ്യങ്ങളായി കണക്കാക്കാൻ പറ്റില്ല അല്ലെ. ദിസ് വാസ് കൺസിഡേർഡ് ടു ബി ദി ആവശ്യങ്ങൾ ഓഫ് ദി ഈ പറഞ്ഞ പോലെ മിഡിൽ ക്ലാസ്, അപ്പർ ക്ലാസ് പീപ്പിൾ. സോ ഇവര് ലണ്ടനിൽ പോലും ഒരു ഷെഡ്യൂൾ ചെയ്തിട്ടുണ്ടായിരുന്നു ആൻഡ് സ്പ്രെഡ് അവയർനെസ് അബൌട്ട് ഇന്ത്യൻ ഗ്രീവൻസസ്. ബട്ട് ഇത് വാസ് പോസ്റ്റ്പോൺഡ് ഡ്യൂ ടു ബ്രിട്ടീഷ് എക്സെപ്ഷൻസ് ആൻഡ് വാസ് ലണ്ടനിൽ INCയുടെ ഒരു മീറ്റ് ചെയ്യാൻ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് നടന്നിട്ടില്ല ഒരിക്കലും. അത് ഈ പറഞ്ഞ പോലെ ബ്രിട്ടീഷ് എക്സെപ്ഷൻസും കാര്യങ്ങളും കൊണ്ടൊന്നും നടന്നിട്ടില്ല. അതും ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കുക. ഓക്കെ, ജേർണൽ എന്തിനാണോ ശ്രീലക്ഷ്മി? ജേർണൽ അതായത് ആ സമയം അവിടെയുള്ള ബ്രിട്ടീഷേഴ്സിന് ഇന്ത്യൻസിന്റെ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ജേർണൽ. ജേർണലിന്റെ പേര് ജേർണൽ ഇന്ത്യ. ജേർണൽ ഇന്ത്യ. ഓക്കെ, ജേർണൽ ഇന്ത്യ. പേരുണ്ട് ജേർണൽ ഇന്ത്യ. പേരില്ലാതെ അങ്ങനെ ജേർണൽ ഇറങ്ങുമോ? ആൻഡ് അല്ല, ഏർലി നാഷണലിസ്റ്റ് 1889 നമ്മൾ അവരുടെ കാര്യങ്ങളാണ് പറയുന്നത് അല്ലെ. വാട്ട് ആർ ദ പൊളിറ്റിക്കൽ ഡിമാൻഡ്സ് അല്ലെ. നമുക്കറിയാം അല്ലെ, ഇവർക്കും പൊളിറ്റിക്കൽ ഡിമാൻഡ്സ് ഉണ്ടായിരുന്നു, എക്കണോമിക് ഡിമാൻഡ്സ് ഉണ്ടായിരുന്നു, പല രീതിയിൽ ഇവർക്ക് ഡിമാൻഡുകൾ ഉണ്ടായിരുന്നു. ഈ ഡിമാൻഡുകളൊന്നും ഈ പറഞ്ഞ പോലെ ഈ മാസ്
ഡിമാൻഡായി കൺസിഡർ ചെയ്യാൻ പറ്റൂലെങ്കിലും ഇവർക്കും ഡിമാൻഡുകൾ ഉണ്ടായിരുന്നു അല്ല. എന്തൊക്കെയാണ്? എക്സ്പാൻഷൻ ഓഫ് ദി ലെജിസ്ലേറ്റീവ് കൗൺസിൽ വിത്ത് മോർ പവർ ആൻഡ് ഇന്ത്യൻ റെപ്രസെന്റേറ്റീവ്സ്. നമ്മൾ പഠിച്ചതാണ്, വീണ്ടും വീണ്ടും അത് തന്നെയാണല്ലേ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇൻട്രൊഡക്ഷൻ ഓഫ് ദി ഡിസ്കഷൻ ഓൺ ബഡ്ജറ്റ് അല്ല, ബഡ്ജറ്റ് മാറ്റേഴ്സ്. ഫോർമേഷൻ ഓഫ് പ്രൊവിൻഷ്യൽ കൗൺസിൽ, അബോളിഷൻ ഓഫ് ഇന്ത്യൻ കൗൺസിൽ അല്ലെ. പ്രിലിംസിന് മേ ബി ചോദിക്കാം. വാട്ട് വേർ ദ ഡിമാൻഡ്സ് വിച്ച് വാസ് പുട്ട് ഫോർവേഡഡ് ബൈ ദി മോഡറേറ്റ് എന്ന് പറഞ്ഞിട്ട് ഈ പോയിന്റുകൾ ചോദിക്കാം അല്ലെ. ഇതേപോലെ ഡിമാൻഡുകൾ ഈ പറഞ്ഞ പോലെ എക്സ്ട്രീമിസ്റ്റുകൾക്കും ഉണ്ടായിരുന്നു. അത് രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ഷിഫ്റ്റ് ചെയ്ത് ചോദിക്കാം. അപ്പൊ ജസ്റ്റ് ഒന്ന് ഓർത്തിരുന്നാൽ മതി. ഇതൊക്കെ കോൺസെപ്റ്റ് മനസ്സിലാക്കിയാൽ തന്നെ കാര്യങ്ങൾ നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടാൽ തന്നെ മനസ്സിലാക്കാൻ പറ്റും അല്ലെ. മോഡറേറ്റുകൾ എന്താണ് അവരുടെ ഉദ്ദേശം, അവരെന്താണ് ചെയ്തത്, അത് പഠിച്ചാൽ തന്നെ നമുക്ക് ഉത്തരത്തിലേക്ക് ഡയറക്റ്റ് ആയിട്ട് എത്താം അല്ലെ. മോർ ഓപ്പർച്യൂണിറ്റീസ് ഫോർ ദ ഇന്ത്യൻസ് ഇൻ ദി ICS എക്സാം. എൻഡ് ഓഫ് അഗ്രസീവ് പോളിസി അഗെയിൻസ്റ്റ് ഇന്ത്യൻ നെയ്ബർഹുഡ് അല്ലെ. ഇന്ത്യയുടെ നെയ്ബർ, സഹോദര, ഈ പറഞ്ഞ പോലെ അടുത്തടുത്തിരിക്കുന്ന രാജ്യങ്ങളുമായിട്ട് ഒരു അഗ്രസീവ് ഫോറിൻ പോളിസി പാടില്ല എന്ന് ഇവർ ഡിമാൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ വാട്ട് വെയർ ദി എക്കണോമിക് ഡിമാൻഡ്? എൻക്വയറി ഇൻ ടു ദി എക്കണോമിക് ആൻഡ് ഇൻഡസ്ട്രിയൽ കണ്ടീഷൻ ഓഫ് ദി കൺട്രി. റിഡക്ഷൻ ഓഫ് ലാൻഡ് റവന്യൂ അല്ലെ. റിഡക്ഷൻ ഓഫ് ദ ലാൻഡ് റവന്യൂ ആവശ്യങ്ങൾ, ഇവരുടെ ആവശ്യങ്ങളാണ്. അബോളിഷൻ ഓഫ് ദ സോൾട്ട് ടാക്സ്. എൻകറേജ്മെന്റ് ടു മോഡേൺ ഇൻഡസ്ട്രി ത്രൂ ഡയറക്റ്റ് ഗവൺമെന്റ് എയ്ഡുകൾ അല്ലെ. മോഡേൺ ഇൻഡസ്ട്രിയെ എൻകറേജ് ചെയ്യണമെന്നാണ് ഇവർ ആവശ്യപ്പെട്ടിട്ടുള്ളത് അല്ല, ഡയറക്റ്റ് ആയിട്ട് ഗവൺമെന്റ് എയ്ഡ് പ്രകാരം. അടുത്ത അഗ്രികൾച്ചറൽ നീഡ്സ്. ഡെവലപ്മെന്റ് ഓഫ് അഗ്രികൾച്ചറൽ ബാങ്ക് ടു എൻഡ് അട്രോസിറ്റീസ് ഓഫ് മണി ലെൻഡേഴ്സ്. എക്സ്റ്റൻഷൻ ഓഫ് ഇറിഗേഷൻ ഫെസിലിറ്റീസ് ടു സേവ് ദ പീപ്പിൾ ഫ്രം ഫെമീൻ. ഇൻട്രൊഡക്ഷൻ ഓഫ് പെർമനന്റ് സെറ്റിൽമെന്റ് ഇൻ അതർ പാർട്സ് ഓഫ് ദ കൺട്രീസ്. ഇതൊന്ന് നോട്ട് ചെയ്ത് നോക്കണേ. നമ്മൾ വിചാരിക്കും ഇങ്ങനെ ഒരു ആവശ്യം ഇവർ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ബാക്കിയൊക്കെ നമുക്ക് യുക്തിപരമായി കിട്ടും. പക്ഷെ ഇൻട്രൊഡക്ഷൻ ഓഫ് പെർമനന്റ് സെറ്റിൽമെന്റ് ഇൻ അതർ പാർട്സ് ഓഫ് ദ കൺട്രി ഈസ് ഓൾസോ എ ഡിമാൻഡ് ഫ്രം ദി മോഡറേറ്റ് സൈഡ് അല്ല. അത് പെട്ടെന്ന് കാണുമ്പോൾ നമ്മൾ വിചാരിക്കും അവരുടെ ഡിമാൻഡ് അല്ല എന്ന്. ഡിമാൻഡ് ആണ്, ഒന്ന് ഓർത്തിരിക്കുക. സോ മിലിറ്ററി ഡിമാൻഡ്സ്. റിപ്പൽ ആംസ് ആക്ട് അല്ലെ. ആംസ് ആക്ട് റിപ്പൽ ചെയ്യുക. ലിറ്റൻ കൊണ്ടുവന്നിട്ടുള്ള ആംസ് ആക്ട് റിപ്പൽ ചെയ്യുക. അപ്പോയിന്റ്മെന്റ് ഓഫ് ഇന്ത്യൻസ് ഇൻ കമ്മീഷൻഡ് റാങ്ക്സ് ഓഫ് ദി ആർമി അല്ലെ. ഇന്ത്യൻ ആർമിയിലുള്ള ഏറ്റവും മുതിർന്നിട്ടുള്ള പോസ്റ്റുകൾ ഇന്ത്യൻസിന് കൊടുക്കുക. റിഡക്ഷൻ ഓഫ് മിലിറ്ററി എക്സ്പെൻഡിച്ചർ അല്ലെ. മിലിറ്ററി എക്സ്പെൻഡിച്ചർ കുറക്കുക, റിഡക്ട് ചെയ്യുക. സോ ഇതാണ് മോഡറേറ്റിന്റെ ആവശ്യം അല്ലെ, ഡിമാൻഡുകൾ. ഈ ഡിമാൻഡുകൾ ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കുക. പെർമനന്റ് സെറ്റിൽമെന്റിന്റെ കാര്യം ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കുക. സോ വാട്ട് വെയർ ദ ബ്രിട്ടീഷ് റിയാക്ഷൻ അല്ലെ. ഇങ്ങനെയുള്ള ആവശ്യങ്ങൾ നമ്മൾ പഠിച്ചു അല്ലെ. ഈ പറഞ്ഞ പോലെ മോഡറേറ്റുകൾ എന്താണ്, അവരുടെ ഉദ്ദേശം എന്താണ്, അവരെങ്ങനെയാണ് എജിറ്റേഷൻ ചെയ്തത് അല്ലെ, പ്രൊട്ടസ്റ്റ് ചെയ്തത്, എല്ലാം പൊളിറ്റിക്കൽ ഡിമാൻഡ്, എക്കണോമിക് ഡിമാൻഡ്, മിലിറ്ററി ഡിമാൻഡ്, അഗ്രികൾച്ചർ ഡിമാൻഡ് എല്ലാം പഠിച്ചു. അപ്പൊ ഈ ഡിമാൻഡുകളോട് ബ്രിട്ടീഷിന്റെ ഒരു റിയാക്ഷൻ എങ്ങനെയായിരുന്നു? വാട്ട് വെയർ ദ റിയാക്ഷൻ ഓഫ് ദി ബ്രിട്ടീഷ്? നമ്മൾ പഠിച്ചു അല്ലെ. ഇനീഷ്യലി ബ്രിട്ടീഷേഴ്സിന് വാസ് ക്വയറ്റ് ഫ്ലെക്സിബിൾ ടുവേർഡ് സയൻസ് അല്ലെ. അതായത് ഇവരുടെ ഒരു ഈ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അല്ലെ. എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഇന്ത്യൻസിന്റെ ഒരു ഓർഗനൈസേഷൻ ആണ്, അല്ലെങ്കിൽ പറഞ്ഞ ഒരു ഗ്രൂപ്പാണ്. നോ പ്രോബ്ലം. പിന്നീട് ഹൗ എവർ ആഫ്റ്റർ 1887 their attitude stiffened അല്ലെ. ഈ പറഞ്ഞ പോലെ ബ്രിട്ടീഷിന്റെ ആറ്റിറ്റ്യൂഡിൽ വ്യത്യാസം വന്നു. ആൻഡ് they began to brand nationalists as disloyal, ബാബൂസ്, seditious അല്ലെ, ബ്രാഹ്മൺസ്, വയലന്റ് വില്ലൻസ് അല്ലെ. തുടക്കകാലങ്ങളിൽ ഈ ഫോം ചെയ്തിട്ടുള്ള തുടക്കകാലങ്ങളിൽ ബ്രിട്ടീഷുകാര് ഫ്ലെക്സിബിൾ ആയിരുന്നെങ്കിലും അല്ലെ, ക്വൈറ്റ് സപ്പോർട്ടീവ് ആയിരുന്നെങ്കിലും 2 വർഷത്തിന് ശേഷം തന്നെ ബ്രിട്ടീഷുകാരുടെ ഒരു ആറ്റിറ്റ്യൂഡ് നമുക്ക് മാറാൻ സാധിച്ചു അല്ലെ. നമുക്കറിയാം ദിസ് മോഡറേറ്റ് വേർ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള അല്ലെ, അപ്പർ ക്ലാസ് മിഡിൽ ക്ലാസ് പേഴ്സൺസ് ആണ് അല്ലെ, ബ്രാഹ്മിൻസ് ആണ് അല്ലെ, ബ്രാഹ്മിൻസ് ആണ്. അപ്പർ ക്ലാസ് മിഡിൽ ക്ലാസ് എന്നൊക്കെ പറയുമ്പോൾ അതിൽ ബ്രാഹ്മിൻസ് ഓൾസോ ഇൻക്ലൂഡഡ് ആവും. അതൊക്കെ നിങ്ങൾ ആലോചിക്കണം അല്ലെ. അതുകൊണ്ട് തന്നെ ഇവരെന്ത് ചെയ്തു? ഡിസ്ലോയൽ ബാബസ് അല്ലെ, സെഡീഷ്യസ് ബ്രാഹ്മിൻസ്, വയലന്റ് വില്ലൻസ് എന്നൊക്കെ ബ്രിട്ടീഷ് വൈ ഡിമാൻഡഡ് ഫോർ പെർമനന്റ് സെറ്റിൽമെന്റ്. Yeah, that's a question. മൂസിന ഞാനത് റെഫർ ചെയ്തിട്ട് പറയാം കേട്ടോ. ഞാനത് റെഫർ ചെയ്തിട്ട് പറയാം. ഓക്കെ.
ജസ്റ്റ് ഇപ്പൊ ഇത്ര ആലോചിക്കുക. They demanded for the permanent settlement other parts of the country. ഓക്കെ, ഓപ്ഷനിൽ അത് കാണുമ്പോൾ നമ്മൾ തെറ്റാണെന്ന് വിചാരിക്കും. ജസ്റ്റ് അതൊന്ന് ഓർത്തിരിക്കുക. ഓക്കെ, ഞാൻ അടുത്ത സെക്ഷനിൽ അല്ലെങ്കിൽ ഗ്രൂപ്പിൽ ഞാനത് വെരിഫൈ ചെയ്യാം. ഓക്കെ, എക്സാക്ട് ആൻസർ ഞാൻ വെരിഫൈ ചെയ്യാം. മനസ്സിലായല്ലോ? ലോർഡ് ഡഫ്രിൻ. ഓക്കെ, നമുക്കറിയാം ലോർഡ് ഡഫ്രിൻ ആയിരുന്നു ആ സമയത്തെ ഗവർണർ ജനറൽ അല്ലെ. കോൺഗ്രസ് റെപ്രസെന്റഡ് എ മൈക്രോസ്കോപ്പിക് മൈനോറിറ്റി അല്ലെ. ഇത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലെ. മൈക്രോസ്കോപ്പിക് മൈനോറിറ്റി എന്ന് കോൺഗ്രസിനെ വിശേഷിപ്പിച്ചു അല്ലെ, INC വിശേഷിപ്പിച്ചു ആര്? ലോർഡ് ഡഫ്രിൻ, ആ സമയത്തെ ഗവർണർ ജനറൽ. ഹെൻസ് ബ്രിട്ടീഷ് ബിഗാൻ ടു എൻകറേജ് ദ പ്രോ ബ്രിട്ടീഷ് എലമെന്റ്സ് ലൈക്ക് സർ സെയ്ദ് അഹമ്മദ് ഖാൻ, രാജ് ശിവപ്രസാദ് ഓഫ് ബനാറസ് അല്ലെ. ബ്രിട്ടീഷുകാർ ഇവിടെ എന്ത് ചെയ്തു അല്ലെ? ബേസിക് ആയിട്ടുള്ള പോളിസീസ് ആണ് ഡിവൈഡ് ആൻഡ് റൂൾ അല്ലെ. ഡിവൈഡ് ആൻഡ് റൂൾ. ബ്രിട്ടീഷുകാർക്ക് മനസ്സിലായി എന്ത്, ഈ രീതിയിലേക്ക് കാര്യങ്ങൾ പോവുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി നമ്മുടെ ഡിഫീറ്റ് ഏറ്റവും അടുത്ത സമയം തന്നെ ഉണ്ടാവുമെന്ന് ബ്രിട്ടീഷുകാർക്ക് മനസ്സിലായി. പക്ഷെ അല്ലെ, യൂണിറ്റി വരുമ്പോ അല്ലെ, ഇന്ത്യൻ മുസ്ലിം യൂണിറ്റി ഒക്കെ പണ്ടേ ഉണ്ടായിരുന്നെങ്കിൽ പണ്ടേ ബ്രിട്ടീഷുകാർ ഇവിടുന്ന് പോയിട്ടുണ്ടാവുമായിരുന്നു അല്ലെ. അത് ബ്രിട്ടീഷുകാർ കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കി അല്ലെ. ഇതാണ് ഞാൻ ഫസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞത്. ബ്രിട്ടീഷുകാർ വാസ് വെരി കണ്ണിങ്, ഡിവൈഡ് ആൻഡ് റൂൾ. അപ്പൊ ഇങ്ങനെ ഒരു ശക്തി ഇങ്ങനെ വളർന്നു വരുന്നത് ബ്രിട്ടീഷുകാരെ സംബന്ധിച്ചിടത്തോളം പ്രശ്നമായിരുന്നു. അതുകൊണ്ട് തന്നെ ഇതിനെതിരായി അല്ലെ, പ്രോ ബ്രിട്ടീഷ് ആയിട്ടുള്ള എലമെന്റ്സ് അല്ലെ, ബ്രിട്ടീഷുകാരെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ കുറച്ച് ഓർഗനൈസേഷൻസ് ഉണ്ടായിരുന്നു. സർ സയ്യിദ് അഹമ്മദ് ഖാന്റെ ഒക്കെ കാര്യങ്ങൾ. അതിനെന്ത് ചെയ്തു? ബ്രിട്ടീഷുകാര് സപ്പോർട്ട് ചെയ്യാൻ തുടങ്ങി. INC സപ്പോർട്ട് ചെയ്യാതെ ഈ പറഞ്ഞ പോലെ പല രീതിയിൽ പ്രോ ബ്രിട്ടീഷ് ആയിട്ടുള്ള ബ്രിട്ടീഷേഴ്സിനെ അല്ലെ സഹായിക്കുന്ന രീതിയിലുള്ള ഓർഗനൈസേഷനെ ബ്രിട്ടീഷുകാര് സപ്പോർട്ട് ചെയ്യാൻ തുടങ്ങി. അലിഗഡ് മൂവ്മെന്റ് ഒക്കെ, അലിഗഡ് മൂവ്മെന്റ് കാര്യങ്ങളൊക്കെ നമുക്ക് പഠിക്കാം കേട്ടോ. അതൊക്കെ നമുക്ക് അവസാന ക്ലാസ്സിൽ പഠിക്കാനുണ്ട്. അലിഗഡ് മൂവ്മെന്റ് പറഞ്ഞ പോലെ കുറച്ച് കാര്യങ്ങൾ, സിവിൽ ഡിസൊബീഡിയൻസ്, ഖിലാഫത്ത് എന്നൊക്കെ പറഞ്ഞ കുറച്ച് കാര്യങ്ങളുണ്ട്. അവസാനത്തെ ക്ലാസ്സിൽ, ഒറ്റ ക്ലാസ്സിൽ നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് തീർക്കണം. അലിഗഡ് മൂവ്മെന്റ് ആൻഡ് യുണൈറ്റഡ് ഇന്ത്യ പാട്രിയോട്ടിക് അസോസിയേഷൻ വാസ് ഫോംഡ് ടു കൗണ്ടർ ദി INC അല്ലെ. INC കൗണ്ടർ ചെയ്യാൻ വേണ്ടിട്ട് അല്ലെ, INC പല കാര്യങ്ങളും കൗണ്ടർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അലിഗഡ് മൂവ്മെന്റ്, യുണൈറ്റഡ് ഇന്ത്യ പാട്രിയോട്ടിക് അസോസിയേഷൻ ഒക്കെ ഫോം ചെയ്തിട്ടുള്ളത്. ഇപ്പൊ അറ്റ്ലീസ്റ്റ് ഇത്ര മനസ്സിലാക്കുക അല്ലെ. ഡെഫിനറ്റ്ലി INC കൗണ്ടർ ചെയ്യാൻ അല്ലെങ്കിൽ ഈ പറഞ്ഞ INC-ക്കെതിരെ ഫോം ചെയ്യുന്നതുകൊണ്ട് തന്നെ ബ്രിട്ടീഷുകാർ അതിനെ സപ്പോർട്ട് ചെയ്യും അല്ലെ. ബ്രിട്ടീഷ് ഫർദർ പുഷ് ദ പോളിസി ഓഫ് ഡിവൈഡ് ആൻഡ് റൂൾ ഇൻ ഇന്ത്യ അല്ലെ, ഇൻക്രീസ് ദ ഡിവിഷൻ ബിറ്റ്വീൻ ഹിന്ദുസ് ആൻഡ് മുസ്ലിം. ബ്രിട്ടീഷുകാർ ഇതൊരു നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആയി കണ്ടു അല്ലെ. ഡിവൈഡ് ആൻഡ് റൂൾ, രണ്ടുപേരെയും തെറ്റിച്ചു കഴിഞ്ഞാൽ കുറച്ചു കാലം കൂടി നമുക്ക് ഇവിടെ ഭരിക്കാൻ പറ്റും എന്ന് ബ്രിട്ടീഷുകാരെ മുൻകൂട്ടി കണ്ടിട്ടുണ്ടായിരുന്നു അല്ലെ. ആ ഒരു കാര്യം ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കുക. പിന്നീട് അല്ലെ, 1890 ആകുമ്പോഴേക്കും എന്ത് ചെയ്തു? ഗവൺമെന്റ് ഒരു ഓർഡർ പാസ്സാക്കാണ്, സർക്കാർ ഉദ്യോഗസ്ഥര് ഈ പറഞ്ഞ പോലെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ മീറ്റിംഗിൽ പങ്കെടുക്കാൻ പാടില്ല അല്ലെ. അപ്പോ ഇതിനോടുള്ള ശത്രുത കൂടി വരികയാണ് അല്ലെ. ഇതിനോടുള്ള ശത്രുത കൂടി വരികയാണ്. വി ക്യാൻ സി ഇനീഷ്യലി ഇതിനെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടെങ്കിലും ബ്രിട്ടീഷുകാർ ഇതൊരു ത്രെഡായി കണ്ടുകൊണ്ട് തന്നെ അല്ലെ, പ്രോ ബ്രിട്ടീഷ് എലമെന്റ്സ് ആയിട്ടുള്ള ബ്രിട്ടീഷുകാരുടെ രീതിയിൽ അല്ലെ INC കൗണ്ടർ എങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുമോ ആ രീതിയിൽ ബ്രിട്ടീഷുകാർ കൗണ്ടർ ചെയ്തിട്ടുണ്ട്. അതിന്റെ ഒരു റിയാക്ഷൻ ആയിട്ടാണ് ഡിവൈഡ് ആൻഡ് റൂൾ പോളിസി ഒക്കെ വരുന്നത്. ജസ്റ്റ് ഓർത്തിരിക്കുക. സോ വാട്ട് വെർ ദ പൊളിറ്റിക്കൽ അച്ചീവ്മെന്റ്സ് ഓഫ് ദിസ് മോഡറേറ്റ്സ് അല്ലെ. മോഡറേറ്റിന്റെ പൊളിറ്റിക്കൽ അച്ചീവ്മെന്റ് എന്തൊക്കെയാണ്? അവര് ഡിമാൻഡ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ തന്നെയാവാം അല്ലെ. അങ്ങനെ ആലോചിച്ച പോരെ. What were the political achievement of the moderates? ഒന്ന് അല്ലെ, അവർ ഡിമാൻഡ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ തന്നെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ മതി അല്ലെ. ഇന്ത്യൻ കൗൺസിൽ ആക്ട് സർ, മൈക്രോസ്കോപ്പിക് മൈനോറിറ്റി ആയത് മിഡിൽ ക്ലാസ് ഓൺലി. ഡെഫിനറ്റ്ലി അല്ലെ. അതായത് ഡോമിനന്റ് ആയിട്ടുള്ള ശ്രീലക്ഷ്മി, ഡോമിനന്റ് ആയിട്ടുള്ള ഒരു സെക്ഷനെ മാത്രമേ റെപ്രസെന്റ് ചെയ്യുന്നുള്ളൂ. അതുകൊണ്ട് തന്നെയാവാം ഡഫ്രിൻ അങ്ങനെ വിളിച്ചിട്ടുള്ളത്. മൈക്രോസ്കോപ്പിക് മൈനോറിറ്റി, കുറച്ചു പേര് മാത്രമുള്ള ഒരു ഓർഗനൈസേഷൻ അല്ലെ, ഒരു മീറ്റിംഗ്. ഇന്ത്യൻ കൗൺസിൽ ആക്ട് ഓഫ് 1892 അല്ലെ, ഈ ആക്ട് പാസ്സായി. ICS എക്സാം ഇൻ ഇന്ത്യ അല്ലെ, ഇതിനെതിരെ പോസിറ്റീവ് ആയിട്ടുള്ള, ഇതിന് പോസിറ്റീവ് ആയിട്ടുള്ള ഒരു നിയമം പാസ്സായി.
അല്ലെ? അടുത്ത എന്ത് പറയാം? അടുത്ത പോയിന്റ് എന്ത് പറയാം? നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? വാട്ട് were the achievements of the moderate? ഞാൻ ഉത്തരം പറഞ്ഞാൽ നിങ്ങളുടെ ബ്രെയിൻ വർക്ക് ചെയ്യില്ലല്ലോ, അതുകൊണ്ട് നിങ്ങളും എന്തെങ്കിലുമൊക്കെ പോയിന്റ് പറ, നോക്കട്ടെ ശരിയാണോ. ആരും ഉത്തരം പറയുന്നില്ലേ? ട്രെയിനിങ് ഓഫ് ഇന്ത്യൻസ് ഇൻ പൊളിറ്റിക്കൽ വർക്ക് അല്ലെ? മോഡറേറ്റുകളുടെ പല കാര്യങ്ങളും ഈ പറഞ്ഞ പോലെ മാസ് പാർട്ടിസിപ്പേഷൻ ഇല്ലെങ്കിലും നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ അല്ലെ, ഈ പറഞ്ഞ രീതിയിൽ ഇന്ത്യയുടെ ഇൻഡിപെൻഡൻസിലേക്കുള്ള ഒരു ചുവടുപടിയായി നമുക്ക് ഇവരുടെ പല കാര്യങ്ങളും കൺസിഡർ ചെയ്യാൻ പറ്റും അല്ലെ? പല കാര്യങ്ങളും, അതായത് ഇന്ത്യൻ ഇൻഡിപെൻഡൻസിലേക്കുള്ള നേരായിട്ടുള്ള ഒരു വഴി അല്ലെ കാണിച്ചു തന്നു. ടു എൻലൈറ്റ് പീപ്പിൾ അബൌട്ട് പൊളിറ്റിക്സ്. യെസ്. ഇവരെ ഡ്രോബാക്സ് ആയിട്ട് നമുക്ക് നാഷണലിസം, അർജുൻ സന്തോഷ് നാഷണലിസം അല്ലെ, ദേ ട്രൈഡ് ടു പ്രൊമോട്ട് നാഷണലിസം. എക്കണോമിക് അച്ചീവ്മെന്റ് ആയിട്ട് നമുക്ക് എന്തൊക്കെ പറയാം? ഇന്ത്യൻ കൗൺസിൽ ആക്ട് പ്രകാരം അല്ലെ, മോർ ഇന്ത്യൻസ്, കോൺസ്റ്റിറ്റ്യൂഷൻ റിഫോംസ്, മോർ ഇന്ത്യൻസ് ഇൻ ടു ദ ലെജിസ്ലേറ്റീവ് കൗൺസിൽ അല്ലെ, ഇതൊക്കെ ഇവരുടെ ഒരു അച്ചീവ്മെന്റ് ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റുമല്ലോ. യെസ്, ചാൻസ് ടു ഇന്റർഫിയർ. യെസ്, യെസ് അല്ലെ, എക്കണോമിക് അച്ചീവ്മെന്റ് ആയിട്ട് ഇന്ത്യൻസിന് പ്രൂവ് ചെയ്യാൻ പറ്റും അല്ലെ. ഡ്രെയിൻ തിയറി ഒക്കെ പറഞ്ഞു കൊടുത്തില്ല അല്ലെ, ഹൗ ഇന്ത്യൻസ് ആർ ഗെറ്റിംഗ് പൂർ അല്ലെ, ദാദാഭായ് നവറോജിയുടെ ഡ്രെയിൻ തിയറി അല്ലെ, ജനങ്ങൾക്ക് മനസ്സിലാക്കി കൊടുത്തു അല്ലെ, ഏത് രീതിയിലാണ് ബ്രിട്ടീഷ് നമ്മുടെ എക്സ്പ്ലോയിറ്റ് ചെയ്യുന്നത്, പല കാര്യങ്ങളും. യെസ്. ഇനി മെയിൻസിന്റെ ഒരു ക്വസ്റ്റ്യൻ നമുക്കൊന്ന് പ്രാക്ടീസ് ചെയ്യാം. ഓക്കെ, എല്ലാ ക്ലാസ്സിലും ഒരു ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ചെയ്യുന്നത് നല്ലതാണല്ലോ. ഞാൻ ക്വസ്റ്റ്യൻ തരാം, 3 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾ അതിന്റെ ഉത്തരം എഴുതണം. ഓക്കെ, പോയിന്റ്സുകൾ പറയണം. ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ നിങ്ങൾ മെയിൻസിന് പ്രതീക്ഷിക്കേണ്ടത്. അല്ലാതെ വാട്ട് ആർ ദ ഫാക്ടേഴ്സ് which led to the rise of nationalism in India. ഇങ്ങനെ ഇൻഡയറക്റ്റ് ആയിട്ടുള്ള രീതിയിൽ, അല്ലെങ്കിൽ ഒറ്റയടിക്ക് ഉത്തരം കിട്ടാത്ത രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും ചോദിക്കാം. 3 marks. You have 1, 2, 3, 4, 5. What are the factors which led to the rise of nationalism in India? പറയൂ, പോയിന്റ്സ് പറയൂ. പൊളിറ്റിക്കൽ യൂണിറ്റി. വെരി ഗുഡ് മോസിന. യെസ്, ഞാൻ പറഞ്ഞിട്ടുണ്ട്, ആദ്യത്തെ 1, 2, 3 പോയിന്റുകൾ വളരെ നല്ല രീതിയിലുള്ള
വളരെ നല്ല രീതിയിലുള്ള പോയിന്റ്സുകൾ ആയിരിക്കണം അല്ലെ. എക്സാമിനർക്ക് വായിക്കുമ്പോൾ മനസ്സിലാവണം ഈ കുട്ടിക്ക് കാര്യങ്ങൾ അറിയാം. പോയിന്റ്സിൽ എഴുതണോ പാരഗ്രാഫിൽ എഴുതണോ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്. ഓക്കെ, എനിക്കിങ്ങനെ മെസ്സേജസ് വരുന്നുണ്ടായിരുന്നു. പോയിന്റ്സിൽ എഴുതാം, പാരഗ്രാഫിൽ എഴുതാം, അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്. ബട്ട് ഞാൻ പ്രിഫർ ചെയ്യുന്നത് പോയിന്റ്സിൽ എഴുതലാണ് കേട്ടോ. പോയിന്റ്സിൽ എഴുതുന്ന സമയത്ത് നിങ്ങൾക്ക് വളരെ ചെറിയ ഈ ഒരു സ്പേസിൽ തന്നെ ഒരുപാട് കാര്യങ്ങൾ എഴുതാൻ പറ്റും. ഒരുപാട് പോയിന്റ്സുകൾ എഴുതാൻ പറ്റും. പാരഗ്രാഫിൽ എഴുതാനുള്ള സ്ഥലമൊന്നുമില്ല. നമ്മൾ ഡിഗ്രി ലെവൽ എക്സാമിനേഷൻ ആണ്, ഒരുപാട് പോയിന്റ്സ് വരുന്നുണ്ട്. ഓക്കെ ഗുഡ്, പോയിന്റ്സുകൾ പറ. നമ്മൾ ഡിഗ്രി ലെവൽ എക്സാം അല്ലല്ലോ നമ്മൾ എഴുതാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ പാരഗ്രാഫിൽ എഴുതുന്നവർക്ക് എഴുതാം. പാരഗ്രാഫ് ഈ പറഞ്ഞ പോലെ ചിലവർക്ക് ഒരു പേഴ്സണൽ ഇതായിരിക്കുമല്ലോ. കഴിഞ്ഞ തവണ ഞാൻ KSന്റെ എക്സാമിന്, മെയിൻസ് എക്സാമിനേഷന് പാരഗ്രാഫ് രീതിയിലാണ് കേട്ടോ എഴുതിയത്. അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞ പോലെ നമ്മൾ വിചാരിച്ച രീതിയിൽ കണ്ടന്റും കാര്യങ്ങളൊന്നും അതിൽ ഉൾക്കൊള്ളിക്കാൻ പറ്റിയിട്ടില്ല, ബിക്കോസ് ഓഫ് ദാറ്റ് ലിമിറ്റഡ് സ്പേസ്. അതുകൊണ്ട് എനിക്ക് ഇനിയൊരു ഓപ്പർച്യൂണിറ്റി കിട്ടുകയാണെങ്കിൽ, KS മെയിൻസ് എഴുതാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി കൂടി കിട്ടുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി ഞാൻ പോയിന്റ്സിൽ മാത്രമേ എഴുതൂ. ആൻഡ് ഇത് എന്റെ പേഴ്സണൽ പെർസ്പെക്റ്റീവ് ആണ്, ഇതെന്റെ പേഴ്സണൽ ചോയ്സ് മാത്രമാണ്. ഞാൻ എന്റെ കാര്യം പറഞ്ഞു എന്നുള്ളൂ, ബിക്കോസ് ഓഫ് മൈ എക്സ്പീരിയൻസ്. നിങ്ങൾക്ക് പാരഗ്രാഫിൽ വേണമെങ്കിൽ എഴുതാം, പോയിന്റ്സിൽ വേണമെങ്കിൽ എഴുതാം, അത് നിങ്ങളുടെ രീതിയാണ്. ഓക്കെ ഓക്കെ, ഒരുപാട് പോയിന്റ്സുകൾ പറയുന്നുണ്ട്. പൊളിറ്റിക്കൽ യൂണിറ്റി അല്ലെ, പൊളിറ്റിക്കൽ യൂണിറ്റി. വേരിയസ് അല്ലെ, പൊളിറ്റിക്കൽ യൂണിറ്റി. എന്നിട്ട് ഞാൻ എന്ത് ചെയ്തു അല്ലെ, വേരിയസ് സോഷ്യോ റിലീജിയസ് റിഫോം മൂവ്മെന്റ് അല്ലെ, സോഷ്യോ റിലീജിയസ് റിഫോം മൂവ്മെന്റ് ഇൻ ഇന്ത്യ പേവ്ഡ് ഫോർ ദി പൊളിറ്റിക്കൽ യൂണിറ്റി എന്ന് എഴുതുന്നു അല്ലെ. ഒരു കാര്യം കൂടി ഞാൻ അഡീഷണൽ ആയിട്ട് കൂട്ടിച്ചേർക്കും. സോഷ്യോ റിലീജിയസ് മൂവ്മെന്റ്, അർജുൻ സന്തോഷ്. യെസ്, മുഹസിൻ അഗൈൻ. ഡിപ്പാർട്ട്മെന്റ് അല്ല, ഡെവലപ്മെന്റ് ഓഫ് കമ്മ്യൂണിക്കേഷൻ അല്ലെ, ഡെവലപ്മെന്റ് ഓഫ് കമ്മ്യൂണിക്കേഷൻ അല്ലെ, റെയിൽവേസ്, ടെലിഗ്രാഫ്, പോയിന്റുകൾ. ലെഡ് ടു ദി ഇന്ത്യൻസ് നിയറർ അല്ലെ, ലെഡ് ടു ദി ഇന്ത്യൻസ് നിയറർ അല്ലെ, ഇന്ത്യൻസിനെ കൂടുതൽ അടുപ്പിച്ചു. യെസ്, വെരി ഗുഡ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് എടുത്തു പറയാൻ പറ്റില്ലല്ലോ. അർജുൻ സന്തോഷ്. ചോദ്യം കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കണം. എന്തൊക്കെ ഫാക്ടേഴ്സ് ആണ് നാഷണലിസം ഇന്ത്യയിലേക്ക് റൈസ് ചെയ്യാനുള്ള ഇതാക്കിയിട്ടുള്ളത്? എന്തൊക്കെ? ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ ആൻഡ് വെസ്റ്റ്. വെരി ഗുഡ് മൂസിനൊക്കെ. വെസ്റ്റേൺ എഡ്യൂക്കേഷൻ അല്ലെ, വെസ്റ്റേൺ എഡ്യൂക്കേഷൻ ആൻഡ് ഇംഗ്ലീഷ്. വെസ്റ്റേൺ ആൻഡ് ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ. ബ്രാക്കറ്റിൽ ഞാൻ എന്ത് എഴുതും അല്ലെ, ദ ഐഡിയ ഓഫ് ഈക്വാലിറ്റി, ലിബർട്ടി അല്ലെ. ഇങ്ങനെയാണ് ബെസ്റ്റ് ആൻസർ ആക്കുക. ഐഡിയ ഓഫ് ലിബർട്ടി, ഈക്വാലിറ്റി ആൻഡ് ഫ്രീഡം അല്ലെ. ഒറ്റ വരിയിൽ തന്നെ നമ്മൾ ഒരുപാട് പോയിന്റ് കൺവേ ചെയ്യാണ്. റോൾ ഓഫ് പ്രസ് ആൻഡ് വെർണാക്കുലർ ലാംഗ്വേജ്. വെരി ഗുഡ്. റോൾ ഓഫ് പ്രസ് ആൻഡ് വെർണാക്കുലർ ലാംഗ്വേജ്. Uniting under a single government made Indians aware of their motherland. Very good, Akshay. Economic crisis. Yes. Economic exploitation. 5. Economic exploitation. Economic and racial. Economic exploitation. ബ്രാക്കറ്റിൽ ഞാൻ എന്ത് ചെയ്തും, ഡ്രെയിൻ തിയറി എഴുതും അല്ലെ. ആൻഡ് റേഷ്യൽ ഡിസ്ക്രിമിനേഷൻ അല്ലെ. ബ്രാക്കറ്റിൽ ഞാൻ എന്ത് ചെയ്തും, 1857 റിവോൾട്ട് എന്ന് എഴുതും അല്ലെ. നിങ്ങൾ നോക്കിയേ, ഈ ചെറിയൊരു രീതിയിൽ തന്നെ നമ്മൾ എത്രത്തോളം ഉത്തരം അല്ലെ. ശരിക്കും പറഞ്ഞാൽ നമുക്കിത് 2 പേജ് എഴുതാനുള്ള കണ്ടന്റ് ഉണ്ട് അല്ലെ. നിങ്ങൾ പറ, 2 പേജ് എഴുതാനുള്ള കണ്ടന്റ് 5 വരിയിൽ നമ്മൾ ഒതുക്കി. ഇതാണ് മെയിൻസിന്റെ നിങ്ങൾ ചെയ്യേണ്ട കാര്യം. റോൾ ഓഫ് പ്രസ്, റേഷ്യൽ ഡിസ്ക്രിമിനേഷൻ, ലിറ്റൻസ്. വെരി ഗുഡ് സിന. 6. ലിറ്റന്റെ ഇതും കൂടി എഴുതാം, വാലിഡ് പോയിന്റ് ആണ് അല്ലെ. ലിറ്റൻസ്, വെർണാക്കുലർ, റുബിനി, ഇൽബർട്ട് ബിൽ കോൺട്രവേഴ്സി അല്ലെ, വെർണാക്കുലർ ആൻഡ് ആംസ് ആക്ട്. വെരി ഗുഡ് അല്ലെ.
ശരിക്കും പറഞ്ഞാൽ 2 പേജിൽ എഴുതാണ്ട് കണ്ടന്റ് ഉണ്ട്. ഈ 2 പേജിൽ എഴുതാനുള്ള കണ്ടന്റ് നിങ്ങൾ എങ്ങനെ 5 വരിയിൽ 6 വരിയിൽ ആക്കാൻ പറ്റിയോ നിങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ KSന്റെ മെയിൻസ് സിമ്പിൾ ആയിട്ട് ക്വാളിഫൈ ചെയ്യാൻ പറ്റും. ആൻഡ് ദിസ് ഈസ് നോട്ട് ഈസി. ഞാനിപ്പോ എഴുതുന്നതുകൊണ്ട് നിങ്ങൾക്ക് ഭയങ്കര എളുപ്പമായിരിക്കും. ഓക്കെ, ഞാനിപ്പോ സ്ക്രീനിൽ ഇങ്ങനെ എഴുതുന്നുണ്ട്, ഇത് ഇത്ര എളുപ്പമാണല്ലോ അല്ലെ, ഈസി ആണല്ലോ. അല്ല, ഇതിന് നിങ്ങൾ ഉത്തരം എഴുതുമ്പോഴേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ ഇത് എത്ര ഡിഫിക്കൽട്ട് ആണ്, ഈ സമയത്ത് തന്നെ എത്ര റീകോൾ ചെയ്യാൻ പറ്റുന്നതൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. ഓക്കെ, നമുക്കൊരു മോക്ക് ടെസ്റ്റ് വെക്കാം. എന്ത് ചെയ്യാം, മെയിൻസിന്റെ ഒരു മോക്ക് ടെസ്റ്റ് വെക്കാം. ഒരു 5 ക്വസ്റ്റ്യൻ ആക്കിയിട്ട് ഒരു മിനി മോക്ക് ടെസ്റ്റ്. ഓക്കെ, സ്പേസും കാര്യങ്ങളൊക്കെ കറക്റ്റ് ആയിട്ട് KSന്റെ രീതിയിൽ ഒരു മോക്ക് ടെസ്റ്റ് വെക്കാം ഈ സൺഡേക്കുള്ളിൽ. അതേപോലെ തന്നെ ഒരു MCQ സെക്ഷനും കൂടി വെക്കാം. ശ്രീലക്ഷ്മി ശരിയാ കണ്ടന്റ്. യെസ്, ഈ ആഴ്ച തന്നെ നമ്മൾ ജോഗ്രഫിയുടെ ക്ലാസ് വേണോ അല്ലെങ്കിൽ പൊളിറ്റിയുടെ ക്ലാസ് വേണോ, ഏതാണ് ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്? രണ്ടും ഇമ്പോർട്ടന്റ് ആണ്. നിങ്ങളുടെ ഒപ്പീനിയൻ എന്താണ്? എക്കണോമിക്സ്, പൊളിറ്റി, ജോഗ്രഫി. മെജോറിറ്റി ഡിസിഷൻ എന്തായിരിക്കുമോ അതിനനുസരിച്ചായിരിക്കും ക്ലാസ് ഉണ്ടാവുക. ഓക്കെ, ജോഗ്രഫി സാർ ഡു എപ്പോഴാ? ഞാൻ ഗ്രൂപ്പിൽ ഒരു പോൾ ഇടാം അല്ലെ. ഒരു കാര്യം ഉറപ്പാണ്, ഞാൻ നിങ്ങൾക്ക് ഒരു വാക്ക് തരാം. ഈ ആഴ്ചയിൽ നമ്മള് മോഡേൺ ഇന്ത്യ കംപ്ലീറ്റ് ചെയ്തിരിക്കും. ജോഗ്രഫി അല്ലെങ്കിൽ നിങ്ങൾ പറയുന്ന ഏതാണോ ക്ലാസ് അടുത്തത് അത് സ്റ്റാർട്ട് ചെയ്തിരിക്കും. ഓക്കെ, ഇതിന്റെ ഇടയിൽ നമ്മൾ ഒരു മോക്ക് ടെസ്റ്റ്, മെയിൻസിന്റെ മോക്ക് ടെസ്റ്റ് കണ്ടക്ട് ചെയ്യും. നമ്മൾ പഠിച്ച ടോപ്പിക്കിൽ വെച്ചിട്ടാണ്, അല്ലാതെ ചുമ്മാ എന്തെങ്കിലും ഞാൻ എഴുതാറില്ല. ഒരു MCQ ലൈവ് സോൾവിങ് സെക്ഷനോ അല്ലെങ്കിൽ ലൈവ് സോൾവിങ് അല്ലെങ്കിൽ ഒരു ടെസ്റ്റോ, ഒരു 25 മാർക്കിന്റെ മോഡേൺ ഹിസ്റ്ററിയുടെ ക്വസ്റ്റ്യൻസ് മാത്രം ഇതാക്കിയിട്ടുള്ള ഒരു ടെസ്റ്റോ, എന്നിട്ട് അതിന്റെ എക്സ്പ്ലനേഷൻ നമുക്ക് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ഞാനൊരു പോൾ ഇടാം. പോൾ ഇട്ട് കഴിയുമ്പോൾ നിങ്ങൾക്ക് അത് ആരാണോ മെജോറിറ്റി ഡിസിഷൻ ജോഗ്രഫി ആണ് ജോഗ്രഫി, പൊളിറ്റി ആണ് പൊളിറ്റി. ഓക്കെ, ദെൻ ആൻസേഴ്സ് എഴുതുന്ന സിംപ്ലി ഇതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ സിംപ്ലി നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് കാണിക്കണം, ഇതാണ് ഇങ്ങനെയാണ് ആൻസർ എഴുതുക എന്നുള്ള രീതിയിൽ. എഗെയിൻ ഞാൻ പറയാണ്, ഓക്കെ, പോയിന്റിൽ എഴുതണോ പാരഗ്രാഫിൽ എഴുതണോ ഒക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്. ഒരു കാര്യം ശ്രദ്ധിക്കുക, പാരഗ്രാഫിൽ എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത്ര പോയിന്റ്സ് എഴുതാൻ പറ്റുമോ നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കും. വേണമെങ്കിൽ നമുക്ക് ഡിബേറ്റ് വെക്കാം, പാരഗ്രാഫ് വേണോ പോയിന്റ് വേണോ എന്നുള്ളത്. ബട്ട് പോയിന്റിൽ എഴുതി കഴിഞ്ഞാൽ കൂടുതൽ കാര്യങ്ങൾ നമുക്ക് ലിമിറ്റഡ് ആയിട്ടുള്ള സ്പേസിൽ എഴുതാൻ പറ്റും. പാരഗ്രാഫിൽ സമയം ഉണ്ടാവില്ല, ഒരുപാട് സ്പേസ് ഉണ്ടാവുന്ന അല്ലെങ്കിൽ ടൈം ഉണ്ടെങ്കിൽ നമുക്ക് പാരഗ്രാഫിൽ എഴുതാം. അതാണ് ഞാൻ പറഞ്ഞത്, ഡിഗ്രി എക്സാം ഒക്കെ ആണെങ്കിൽ നമുക്ക് എഴുതാം. ഇത് ഡിഗ്രി എക്സാം അല്ല അല്ലെ. സോ അത് ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കുക. നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ എത്ര മതി കേട്ടോ, എന്റെ സൗണ്ടിന് ചെറിയ പ്രശ്നമാവുന്നുണ്ട്. ഇന്നത്തെ ക്ലാസ് ഇത്ര മതി. എന്ത് ചെയ്യാ, ഞാൻ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ ചെയ്യാതിരിക്കണം, ചെയ്യണം. PDF ഞാൻ ഇട്ടുതരാം. ഓക്കെ, ഇതിപ്പോ PDF ഞാൻ ഡ്രൈവ് തരാം, ലിങ്ക് തരാം. അപ്പൊ ഡ്രൈവിൽ കയറിയിട്ട് ഡൗൺലോഡ് ചെയ്യുക, പഠിക്കുക. ഓക്കെ, നിങ്ങളുടെ ഇന്നത്തെ ഡ്യൂട്ടി എന്ന് പറഞ്ഞാൽ ഈ INC സെക്ഷൻ പഠിക്കുക. ഓക്കെ, പിന്നെ ഫെബ്രുവരിയുടെ കറണ്ട് അഫയേഴ്സ് നിങ്ങൾ പഠിക്കുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. റൈറ്റ്, യെസ്. ഒരു കാര്യം കൂടി, ഓക്കെ, ഒറ്റൊരു കാര്യം കൂടി ഞാനിത് പറയാൻ വിട്ടുപോയി. ഡെയിലി ടൈം ടേബിൾ ഞാനിത് പറയാന്ന് വിചാരിച്ചാണ്, ഇന്നത്തെ ക്ലാസ്സിൽ തന്നെ പറയാം. ഓക്കെ, ഡെയിലി ടൈം ടേബിൾ എങ്ങനെ സെറ്റ് ചെയ്യണമെന്നുള്ളത്. ഫസ്റ്റ് ഓഫ് ഓൾ, നിങ്ങൾ KS എക്സാമിനേഷന് പ്രിപ്പയർ ചെയ്യാന്ന് തീരുമാനിച്ചത് തന്നെ വലിയ കാര്യമാണ്. ഓക്കെ, ആ ഡിസിഷൻ എടുക്കാൻ നിങ്ങൾ തീരുമാനിച്ച ഡിസിഷൻ എടുത്ത് തന്നെ എന്താ പറയാൻ അതിന്. ഓക്കെ, എന്താണ് ശ്രീലക്ഷ്മി എന്താണ് പറഞ്ഞത്? സാർ മാത്സ് ഒക്കെ എങ്ങനെയാണ് പഠിക്കേണ്ടത് പറയാം. PDF സാർ ഫെബ്രുവരി കറണ്ട് അഫയേഴ്സ് ഏതാ എടുക്കേണ്ട PDF? ശ്രീലക്ഷ്മി, ഫെബ്രുവരിയുടെ കറണ്ട് അഫയേഴ്സ് ഒക്കെ ഓൾറെഡി നമ്മുടെ ചാനലിൽ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇനി യൂട്യൂബിൽ ഈ സെക്ഷൻ കാണുന്നവരാണെങ്കിൽ
KS Prep with Mian എന്നുള്ള ടെലിഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യുക. അവിടെ ഫെബ്രുവരിയുടെ കറണ്ട് അഫയേഴ്സ് ഒക്കെ ഉണ്ട്. ഓക്കെ, ഫെബ്രുവരിയുടെ കറണ്ട് അഫയേഴ്സും മാർച്ചിലെ കറണ്ട് അഫയേഴ്സും അവിടെ ഉണ്ട്. നിങ്ങൾ ജസ്റ്റ് ഫയലിൽ കയറി നോക്കിയാൽ മതി, രണ്ടും അവിടെ അവൈലബിൾ ആണ്. റിയാസ് സുൽത്താൻ, മാത്സ് എങ്ങനെ പഠിക്കുന്നത്? മാത്സിന്റെ കാര്യം കഴിഞ്ഞ തവണ ഒരു സ്റ്റുഡന്റ് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പൊ ഞാനൊരു ഉത്തരം പറഞ്ഞിട്ടുണ്ടായിരുന്നു. മാത്സ് 15 മാർക്സിനാണ് നമുക്ക് മാത്സ് ഉള്ളത്, ബൈ ഗോഡ് ഗ്രേസ്. 15 മാർക്കാണ് മാത്സ് പേപ്പർ 1 ഈ 15 PYQ നോക്കിയിട്ട് 7 മാർക്ക് 8 മാർക്ക് കിട്ടേണ്ട രീതിയിലുള്ള പ്രിപ്പറേഷൻ നിങ്ങൾ ചെയ്യണം. ഫെബ്രുവരി 2024 അല്ലേ? യെസ്, ഫെബ്രുവരി 2024. നമ്മൾ ജാനുവരി 2024 മുതൽ KSന്റെ എക്സാം എപ്പോഴാണോ അതിന്റെ ഒരു 1.5 മാസം, 1 മാസം, 2 മാസം അതുവരെയുള്ള കറണ്ട് അഫയേഴ്സ് ആണ് പഠിക്കുക. ഓക്കെ, മാർച്ചും കൂടി ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഗ്രൂപ്പിൽ, ഫയൽസ് നോക്കിയാൽ മതി. മാത്സിന്റെ കാര്യം പറയുകയാണെങ്കിൽ 15 മാർക്കാണ് ക്വസ്റ്റ്യൻസ്. അതിലൊരു 7 മാർക്ക് 8 മാർക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നോക്കുക. വളരെ എളുപ്പത്തിൽ 6 മാർക്ക് 7 മാർക്കൊക്കെ എന്തായാലും കിട്ടുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് തന്നെയാണ്. മാത്സിൽ അവിടെ റീസണിങ് കൂടി ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് അവിടെ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. 15 മാർക്കിൽ 15 സ്കോർ ചെയ്യാണെന്നുള്ള ഒരു തീരുമാനമാണ് നിങ്ങൾ എടുക്കുന്നതെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾ ദിവസം മൊത്തം മാത്സ് പഠിക്കേണ്ടി വരും. 15 15 കിട്ടൂല്ല, ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. KS എക്സാമിനേഷൻ ആണ്. അതിൽ ഏറ്റവും സിംപ്ലസ്റ്റ് ആയിട്ടുള്ള രീതിയിൽ ക്വസ്റ്റ്യൻസ് നമുക്ക് കിട്ടണം. അതിനെന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ മാത്സിന്റെ PYQ അപ്രോച്ച് എല്ലാം, മാത്സ് മാത്രമല്ല ഇംഗ്ലീഷ് ആണെങ്കിലും മലയാളം ആണെങ്കിലും എല്ലാം. PYQ അപ്രോച്ച് എന്ന് പറഞ്ഞാൽ നിങ്ങൾ എക്സാം അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് 15 മാർക്ക് അല്ലെ 10 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണെന്ന് വിചാരിക്കുക. ഈ 10 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ഒരു സെക്ഷനിൽ നിന്ന് മാത്രമല്ല ചോദിക്കുന്നത്, അല്ലെ? ആവറേജ് നോക്കും, അതായത് ഡിഫറെന്റ് ആവറേജ് ടോപ്പിക്കിൽ ടൈം ആൻഡ് ഡിസ്റ്റൻസ്, അല്ലെ? അതേപോലെ തന്നെ പെർസെന്റേജ്, അങ്ങനെ ഡിഫറെന്റ് ഡയമെൻഷനിലാണ് അല്ലെങ്കിൽ ഡിഫറെന്റ് ടോപ്പിക്കിൽ നിന്നാണ് ക്വസ്റ്റ്യൻസ് ചോദിക്കുക. ഡെയിലി ഡിഫറെന്റ് ടോപ്പിക്കുകൾ ക്വസ്റ്റ്യൻസ് ചെയ്യാം. അതാണ് ഇവിടെ ചെയ്യേണ്ടത്. നമ്മൾ ഒരു സെക്ഷനിൽ പഠിക്കേണ്ടെന്നല്ല, പഠിക്കണം, പക്ഷെ ഡെയിലി ആവറേജിന്റെ ക്വസ്റ്റ്യൻസ് മാത്രം ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ എന്ത് ചെയ്യുക, മിക്സഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചെയ്യാം. എനിക്ക് തോന്നുന്നു ഇവിടെ കുറച്ചു പേരെങ്കിലും മാത്സിന് കുറച്ചും നോളജ് ഉള്ളവരായിരിക്കാം, കുറച്ചെങ്കിലും നോളജ് ഉള്ളവരായിരിക്കാം, അല്ലെ? കുറച്ച്, അല്ലാതെ ഒട്ടും അറിയാത്തവരായിരിക്കില്ല. ഒട്ടും അറിയാത്തവരാണെങ്കിൽ ഇങ്ങനെ ചെയ്യാൻ നിൽക്കരുത്. അതിന്റെ കേസ് ഞാൻ പറഞ്ഞുതരാം. കുറച്ച് കാര്യങ്ങളൊക്കെ അറിയാം. PYQ ഷെയർ ചെയ്തിട്ടുണ്ട്. PYQ ഷെയർ ചെയ്തിട്ടില്ല. ക്വസ്റ്റ്യൻ പേപ്പർ ഒക്കെ നമുക്ക് അവൈലബിൾ ആണല്ലോ ടെലിഗ്രാമിൽ. അപ്പൊ നിങ്ങൾ കുറച്ച് മാത്സിന്റെ ഒക്കെ ബേസിക് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം, ഡെയിലി രാവിലെ ഒരു 5-10 ക്വസ്റ്റ്യൻസ് മിക്സഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചെയ്താൽ. ഈ മിക്സഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് എവിടെ നിന്ന് കിട്ടും? PYQ, കേരള PSC, അതല്ലാതെ വേറെ ഏതാ സോഴ്സ് ഉള്ളത്? PYQ ക്വസ്റ്റ്യൻസ് ചെയ്യുക. ഫോർ എക്സാമ്പിൾ, നിങ്ങൾ ഇപ്പോൾ ഡിഗ്രി ലെവൽ, ഫസ്റ്റ് നിങ്ങൾ ചെയ്യേണ്ടത് ഡിഗ്രി ലെവലിലെ പ്രിലിംസും മെയിൻസിന്റെയും ക്വസ്റ്റ്യൻസ് ആണ് നിങ്ങൾ ആദ്യം കംപ്ലീറ്റ് ചെയ്യേണ്ടത്. ഡിഗ്രി ലെവലിലെ ഒരു ക്വസ്റ്റ്യൻ എടുക്കുക, മെയിൻസിന്റെ ഒരു ക്വസ്റ്റ്യൻ എടുക്കുക. 10 മാർക്കിനായിരിക്കും ചോദ്യം. ആ 10 മാർക്ക് നിങ്ങൾ ചെയ്തു നോക്കുക. ഓക്കെ, ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ പേപ്പർ എടുക്കുക. 10 മാർക്കിൽ എത്ര മാർക്ക് കിട്ടുന്നുണ്ടെന്ന് നോക്കുക. ഓക്കെ, 6 മാർക്ക് 7 മാർക്ക് 8 മാർക്ക് ഒക്കെ കിട്ടുന്നുണ്ടെങ്കിൽ യു ആർ ഓക്കെ ആണ്. നിങ്ങൾ ഈ രീതിയിൽ തന്നെ പ്രിപ്പയർ ചെയ്യാം. ഇനി 5-ന് താഴെയാണ്, 4 മാർക്കൊക്കെ ആണെങ്കിൽ കുറച്ചുകൂടി എഫേർട്ട് ഇടേണ്ടി വരും കേട്ടോ, കുറച്ചുകൂടി എഫേർട്ട് ഇടേണ്ടി വരും. 10 മാർക്ക് ചെയ്യുക, ആൻസേഴ്സ് നോക്കുക, എന്നിട്ട് എന്ത് ചെയ്യുക, യൂട്യൂബിൽ നേരെ പോവാ, സെർച്ച് ചെയ്യുക, നിങ്ങൾ ഏത് ക്വസ്റ്റ്യൻ പേപ്പർ ആണോ ചെയ്തിട്ടുള്ളത്. ഫോർ എക്സാമ്പിൾ, സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസിന്റെ 2022 മെയിൻസിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ ആണ് നിങ്ങൾ ചെയ്തിട്ടുണ്ടതെങ്കിൽ യൂട്യൂബിൽ പോവാ, സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസ് മെയിൻസ് കേരള PSC 2022 ആൻസർ സൊല്യൂഷൻ മാത്സ് എന്ന് അടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡിഗ്രി ലെവൽ പ്രിലിംസ് PYQ ആണ്. ഡിഗ്രി ലെവൽ പ്രിലിംസും മെയിൻസും അത് അടിച്ചു നോക്കുക. അപ്പൊ യൂട്യൂബിൽ നിങ്ങൾക്ക് ഇങ്ങനെ സോൾവിങ്, ഓക്കെ, സൊല്യൂഷൻ ഇങ്ങനെ കാണാൻ പറ്റും. ആ സൊല്യൂഷൻ കാണുക. ഓക്കെ, ആ സൊല്യൂഷൻ കാണുക. ആ സൊല്യൂഷൻ കണ്ടതിന് ശേഷം ഈ ഒരു പ്രാക്ടീസ് ഡെയിലി ഫോളോ ചെയ്യുക. ഓക്കെ, ഒരു മെയിൻസിന്റെ ക്വസ്റ്റ്യൻ എടുക്കുക, 10 ക്വസ്റ്റ്യൻ ചെയ്യുക, അല്ലെങ്കിൽ പ്രിലിംസിന്റെ ക്വസ്റ്റ്യൻ ആണെങ്കിലും 10 ക്വസ്റ്റ്യൻ ചെയ്യുക. ഈ പ്രാക്ടീസ് കറക്റ്റ് ആയിട്ട് റെഗുലർ ആയിട്ട് ഫോളോ ചെയ്യുക. ഒരു 10 ദിവസം ഇത് ഫോളോ ചെയ്യാം. ഇത് ഫോളോ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒരു കറക്റ്റ് ആയിട്ടുള്ള ഒരു ഐഡിയ കിട്ടും. PSC ഇവിടെ നിന്നാണല്ലേ ചോദ്യം ചോദിക്കുന്നത്. ഇതാണ് PYQ അപ്രോച്ച്. PSC ഇവിടെ നിന്നാണല്ലേ ചോദ്യം ചോദിക്കുന്നത്. ആവറേജ് ഈ ടോപ്പിക്കിൽ നിന്നാണല്ലേ കൂടുതൽ ചോദ്യം ചോദിക്കുന്നത്.
പെർസെന്റേജ് ഇവിടെ നിന്നാണല്ലേ ചോദ്യം ചോദിക്കുന്നത്. കറക്റ്റ് ആയിട്ടുള്ള ഒരു ഐഡിയ നിങ്ങൾക്ക് കിട്ടും. ഈ ഐഡിയ നിങ്ങൾക്ക് എപ്പം കിട്ടുന്നുവോ അതിനനുസരിച്ച് എന്ത് ചെയ്യാം, ആവറേജ് യൂട്യൂബിൽ അടിക്കുക. ഓക്കെ, ഒരുപാട് ക്ലാസ്സസ് അവൈലബിൾ ആണ്. ഓക്കെ, നല്ല രീതിയിലുള്ള എഡ്യൂക്കേറ്റേഴ്സ് മാത്സിന്റെ ഒക്കെ ഒരുപാട് പേരുണ്ട്. ആവറേജ് എന്ന് അടിക്കുക, എന്നിട്ട് അതിന്റെ സെക്ഷൻ ആയിട്ടുള്ള വീഡിയോസ് കാണും. അപ്പൊ നിങ്ങൾ ആ ഈ ആവറേജിന്റെ ടോപ്പിക് മൊത്തം പഠിക്കുന്ന സമയത്ത് SSCന്റെ ഒക്കെ വീഡിയോ ഒന്നും കാണാറേ, കേരള PSCന്റെ തന്നെ കാണണം. മൊത്തം പഠിക്കുന്ന സമയത്ത് സ്പെഷ്യൽ ടോപ്പിക് വരുന്ന സമയത്ത് നിങ്ങൾക്ക് കറക്റ്റ് മനസ്സിലാവാം, ഇവിടെ നിന്നാണല്ലേ PSC ചോദ്യം ചോദിക്കുന്നത്, ഇവിടെ നിന്നാണല്ലേ PSC ചോദ്യം ചോദിക്കുന്നത്. നിങ്ങൾ കറക്റ്റ് ആയിട്ട് ആവറേജിന്റെ ഒരു 5-6 ടൈപ്പ് ഓഫ് ആവറേജിന്റെ ക്വസ്റ്റ്യൻസ് ഉണ്ടെന്ന് വിചാരിക്കുക, ടൈപ്സ്. അപ്പൊ ഈ മൂന്നാമത്തെ ടൈപ്പിൽ നിന്നാണല്ലേ PSC കൂടുതൽ ചോദ്യം ചോദിക്കുന്നത്, അല്ലെ 4ാമത്തെ ടൈപ്പിൽ നിന്നാണല്ലേ. ആ രീതിയിൽ എന്ത് ചെയ്യുക, പഠിക്കുക. ഇതാണ് PYQ അപ്രോച്ച് എന്ന് പറയുന്നത്. ഇതാണ് സിംപ്ലസ്റ്റ് ഫോം ഓഫ് പ്രിപ്പറേഷൻ ഫോർ ദി മാത്സ് ആസ് വെൽ ആസ് മലയാളം ആൻഡ് ഇംഗ്ലീഷ്. ഈ രീതിയിലാണ് നിങ്ങൾ പ്രിപ്പയർ ചെയ്യേണ്ടത്. അല്ലാതെ ചുമ്മാ ഒരു ടോപ്പിക് എടുത്ത് അല്ലെ അത് മാത്രം ഇങ്ങനെ ഈ മൊത്തം കാണാപ്പാടം പഠിച്ച് അങ്ങനെയല്ല ചെയ്യേണ്ടത്. PSC എന്ത് ചോദിക്കുന്നുവോ അത് പഠിക്കണം. അത് മനസ്സിലാക്കണമെങ്കിൽ നിങ്ങൾ PYQ അപ്രോച്ച് വെച്ച് തന്നെ പഠിക്കണം. ഓക്കെ, ഇത് ഇങ്ങനെ തന്നെ ചെയ്യാം. ഡെഫിനറ്റ്ലി പ്രോപ്പർ ആയിട്ട് ഡെയിലി നിങ്ങൾ കൺസിസ്റ്റന്റ് ആയിട്ട് ചെയ്യുന്ന സമയത്ത് എന്തായാലും നിങ്ങൾക്ക് ബെനിഫിറ്റ് ഉണ്ടാവും. നിങ്ങളുടെ ടൈം വേസ്റ്റ് ആവില്ല. നിങ്ങൾ വേണ്ട കാര്യങ്ങൾ മാത്രമേ പഠിക്കുള്ളൂ. ഒരു കാര്യം ശ്രദ്ധിക്കുക, മാത്സ് ക്വസ്റ്റ്യൻ പേപ്പർ ചില സമയത്ത് PSC ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പർ ഇടാറുണ്ട്. ഡിഗ്രി ലെവൽ പ്രിലിംസ് 2021 എക്സാമിന് ചിലപ്പോൾ വളരെ എളുപ്പമായിരിക്കും, ചിലപ്പോൾ ഒടുക്കത്തെ ഡിഫിക്കൽട്ട് ആയിരിക്കും. അപ്പൊ എന്ത് ചെയ്യുക, ഡിഫിക്കൽട്ട് ആകുമ്പോൾ എല്ലാവർക്കും ഡിഫിക്കൽട്ട് ആണെന്നുള്ള കാര്യം മനസ്സിലാക്കുക. തൊട്ടാൻ പറ്റുന്നില്ലെങ്കിൽ അതിൽ നിന്ന് എന്തായാലും ഒരു 15 ക്വസ്റ്റ്യനിൽ ഒരു ഡിഫിക്കൽട്ട് ക്വസ്റ്റ്യൻ വന്നു എന്ന് വിചാരിക്കാം, എന്തായാലും ഒരു 5-6 ക്വസ്റ്റ്യൻ അതിൽ നമുക്ക് ഈസി ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. ആ ഈസി ക്വസ്റ്റ്യൻസ് കണ്ടുപിടിച്ച് ഉത്തരം എഴുതിയിട്ട് ബാക്കി ക്വസ്റ്റ്യൻസ് ലീവ് ചെയ്യാം. അതാണ് ചെയ്യേണ്ടത്. ഇതാണ് ഡിഫറെന്റ് എക്സാമിന്റെ പെർസ്പെക്റ്റീവിൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യം. ഇനി ക്വസ്റ്റ്യൻ പേപ്പർ എളുപ്പമാകുമ്പോൾ എന്താ, എല്ലാ ക്വസ്റ്റ്യനും ചെയ്യണം, അത് നിങ്ങൾക്ക് അറിയാലോ. ഡിഫിക്കൽട്ട് ക്വസ്റ്റ്യൻ പേപ്പർ വരുമ്പോൾ ഈ രീതിയിലുള്ള എല്ലാവർക്കും കടുപ്പമാണ് ക്വസ്റ്റ്യൻ പേപ്പർ. വെറുതെ മാത്സിന് സമയം കളയാതെ അടുത്ത ടോപ്പിക്കിലേക്ക് പോവാം, അതിൽ നിന്ന് ഒരു ആവറേജ് മാർക്ക് വാങ്ങിച്ചിട്ട് അടുത്ത ടോപ്പിക്കിലേക്ക് പോവാം. സോ ഇതാണ് PYQ അപ്രോച്ച്. മാത്സിന്റെ കാര്യത്തിൽ ഇതാണ് റിയാസ് സുൽത്താനാസ് ചെയ്യേണ്ടത്. മലയാളത്തിൻ്റെതും ഇംഗ്ലീഷിൻ്റെതും ഇതേ PYQ അപ്രോച്ച് തന്നെയാണ് നിങ്ങൾ ചെയ്യേണ്ടത്. ഡെഫിനറ്റ്ലി എന്തായാലും പോസിറ്റീവ് ആയിട്ടുള്ള ബെനിഫിറ്റ് ഉണ്ടാവും. ഇനി ടൈം ടേബിളിന്റെ കാര്യം, ഞാൻ ടൈം ടേബിളിന്റെ കാര്യം പറയാനാണ്. ഓക്കെ, ഡെയിലി ടൈം ടേബിൾ എങ്ങനെ സെറ്റ് ചെയ്യണം? സാധാരണ നിങ്ങൾ, എനിക്കറിയാം ഇതില് മെജോറിറ്റി ഓഫ് ദ പീപ്പിൾ KSന് മാത്രം പ്രിപ്പയർ ചെയ്യുന്നവരല്ല. ശ്രീലക്ഷ്മി മലയാളം സ്റ്റഡിയിൽ KV 30 മാർക്സ് ഫോർ മലയാളം. KSന്റെ മലയാളം ഇംഗ്ലീഷിൽ 50-ൽ ഒരു 35-30 മാർക്ക് സ്കോർ ചെയ്താൽ പ്രിലിംസ് ക്വാളിഫൈ ചെയ്യാനുള്ള 80% പോസിബിലിറ്റി കൂടും. ഓക്കെ, ഞാനൊക്കെ കഴിഞ്ഞ തവണ പ്രിലിംസ് ക്വാളിഫൈ ചെയ്യാനുള്ള മെയിൻ റീസൺ, ഞാനെന്നല്ല ഒട്ടുമിക്ക പേഴ്സൺസും ഓക്കെ പ്രിലിംസ് ക്വാളിഫൈ ചെയ്യാനുള്ള മെയിൻ റീസൺ ഇംഗ്ലീഷ് മലയാളം മാത്സിൽ ഭയങ്കര സ്ട്രോങ് ആയിരിക്കും. ഓക്കെ, PYQ അപ്രോച്ച് ഡെഫിനറ്റ്ലി ഒരു അപ്രോച്ച് മതി, PYQ അപ്രോച്ച് മതി. ഒട്ടും അറിയില്ലെങ്കിൽ ഡെഫിനറ്റ്ലി ഈ പറഞ്ഞ രീതിയിൽ ബേസ് മുതലേ പഠിക്കണം. മലയാളം ഇഷ്യൂ ഉണ്ട് ശ്രീലക്ഷ്മി. ഓക്കെ, മലയാളം ഇഷ്യൂ ഉണ്ടെങ്കിൽ യു ഹാവ് ടു സ്പെൻഡ് മോർ ടൈം ഇൻ മലയാളം. മലയാളമൊക്കെ നമ്മൾ 10 മാർക്ക് 10 ക്വസ്റ്റ്യന് ട്രഡീഷണൽ രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും. ഓക്കെ, 30 മാർക്കല്ലേ മലയാളത്തിന്. ഇതിൽ 10 ക്വസ്റ്റ്യൻ നമ്മൾ കേരള PSC സാധാരണ ചോദിച്ചു വരുന്ന ക്വസ്റ്റ്യൻസ് ഉണ്ടല്ലോ, വളരെ ട്രഡീഷണൽ ആയിട്ട്, ആ രീതിയിലായിരിക്കും. 20 ക്വസ്റ്റ്യൻസ് കഴിഞ്ഞ KSന്റെ PYQ നോക്കുക, ആ രീതിയിലായിരിക്കും. ഓക്കെ, കം ടു ദ പോയിന്റ്, എങ്ങനെ ഡെയിലി ടൈം ടേബിൾ പ്രിപ്പയർ ചെയ്യണം. ഇതിന്റെ കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അച്ചീവബിൾ ആയിട്ടുള്ള ടാർഗറ്റുകൾ ഇടുക. അച്ചീവബിൾ ആയിട്ടുള്ള ടാർഗറ്റുകൾ ഇട്ടാല് അതിന്റെ ഒരു 2ാം ഭാഗമാണ്. ടൈം ടേബിൾ ഇടുന്ന സമയത്ത് 5 മണി മുതൽ 6 മണി വരെ, പിന്നെ മാത്സ് 6 മണി മുതൽ 7 മണി വരെ, അങ്ങനെ ഒരിക്കലും ടൈം ടേബിൾ ഇടാതിരിക്കുക. ഓക്കെ, അതായത് നിശ്ചിതമായിട്ടുള്ള ഒരു ടൈം ഇന്റർവെൽ കൊടുക്കുക.
രാവിലെ എഴുന്നേറ്റിച്ച്, അതായത് നിങ്ങളുടെ ടാസ്കിനായിരിക്കണം നിങ്ങൾ മുൻഗണന നൽകേണ്ടത്, ടൈമിനായിരിക്കരുത്. ടൈം ഫാക്ടറാണ്, പക്ഷേ ടാസ്ക് കംപ്ലീറ്റ് ചെയ്യണം. ഓക്കെ, അച്ചീവബിൾ ആയിട്ടുള്ള ഒരു ടാസ്ക് ഉണ്ട്. ഫോർ എക്സാമ്പിൾ, നാളെ രാവിലെ ഞാൻ എന്ത് ചെയ്യും, മാത്സിന്റെ PYQ സബ് ഇൻസ്പെക്ടറിന്റെ 10 ക്വസ്റ്റ്യൻ ഞാൻ ചെയ്യും. എന്നിട്ട് അതിന്റെ മാത്സ് എക്സ്പ്ലനേഷൻ ഞാൻ എന്ത് ചെയ്യും, യൂട്യൂബിൽ നോക്കും. ഓക്കെ, ഈ ടാസ്ക് അച്ചീവ് ചെയ്യാം. അല്ലാതെ അരമണിക്കൂർ 1 മണിക്കൂർ ഒന്നും പറഞ്ഞിട്ട് സമയം ഇടാതിരിക്കുക. സമയം ഇടണം, സമയത്തിന് ഇതുണ്ട്, പക്ഷെ എന്നാലും ടാസ്കിനായിരിക്കണം ഇമ്പോർട്ടൻസ് കൊടുക്കുക. ഓക്കെ, ടൈം ടേബിൾ ഫസ്റ്റ് സ്റ്റാർട്ടിങ് ഞാൻ പറഞ്ഞു, ഇംഗ്ലീഷ് മലയാളം മാത്സിൽ വെച്ച് സ്റ്റാർട്ട് ചെയ്യുക, ആൾട്ടർനേറ്റീവ് ആയിട്ട് എടുത്ത് മാറ്റുക. ഓക്കെ, ഈ കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ട്. രണ്ടാമത് സ്റ്റാറ്റിക് പാർട്ടിൽ ഇനി മുതൽ നിങ്ങൾ 3 മണിക്കൂർ സ്പെൻഡ് ചെയ്യണം. മിനിമം ഇനി മുതൽ 3 മണിക്കൂർ നിങ്ങൾ സ്റ്റാറ്റിക് പാർട്ടിൽ സ്പെൻഡ് ചെയ്യണം. ഇപ്പൊ നമ്മൾ പഠിക്കുന്നത് മോഡേൺ ഇന്ത്യ ആണ്. മോഡേൺ ഇന്ത്യയിൽ ഞാൻ ക്ലാസ് എടുക്കുന്നുണ്ട്, PDF തരുന്നുണ്ട്. ഇതിന് പുറമെ നിങ്ങൾ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങൾ, അല്ലെ, ഓൺ ആക്ടിവിറ്റി PDF കാര്യങ്ങളും നിങ്ങൾക്ക് ഇട്ട് തരുന്നുണ്ട്. അപ്പോ 3 മണിക്കൂറിനുള്ളിൽ യു ഹാവ് ടു ഡു ദിസ്. സ്റ്റാറ്റിക് പോർഷന് 3 മണിക്കൂർ കൊടുത്തേ പറ്റൂ. തേർഡ് വൺ, കറണ്ട് അഫയേഴ്സിന് ഇമ്പോർട്ടൻസ് കൊടുക്കണം. KS എക്സാമിന് കറണ്ട് അഫയേഴ്സ് ഉണ്ടാവും, നല്ല രീതിയിൽ ഉണ്ടാവും. കറണ്ട് അഫയേഴ്സിന് മന്ത്ലി മാഗസിൻ ഇടുന്നുണ്ട്. അതില് 60 പേജാണ് മിനിമം ഒരു മാസത്തെ മന്ത്ലി മാഗസിൻ. സോ 60 ഡിവൈഡ് ബൈ 7 എടുക്കുക. അതിൽ ഒരു ദിവസം ആ പേജ് കംപ്ലീറ്റ് ചെയ്യുക. ഒരാഴ്ച കൊണ്ട് ആ പേജ് കംപ്ലീറ്റ് ചെയ്യുക. ഇതും നിങ്ങൾ ചെയ്യണം. ഇതിൽ ഇംഗ്ലീഷ് മലയാളം മാത്സ് എന്നുള്ള ടോപ്പിക്ക് സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിനും അല്ലെ അതങ്ങ് കവർ ചെയ്ത് പോകും. ഈ മോഡേൺ ഇന്ത്യ അല്ലെ നമ്മൾ ഈ പഠിക്കുന്നത് സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിന് വേണ്ടിയിട്ട് കൂടിയാണ്, അല്ലാതെ KS മാത്രമല്ല. അല്ലെ, ഒരുപാട് ടോപ്പിക്കുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഓവർലാപ്പിംഗ് ആണ് പ്രിലിംസിന്. KS ടോപ്പിക്കുകൾ നല്ല രീതിയിൽ പഠിച്ചാൽ പ്രിലിംസ് നമുക്ക് ഈസി ആയിട്ട് ക്വാളിഫൈ ചെയ്യാൻ പറ്റും. സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിന്റെ പേപ്പർ 2 ഇസ് ഡിഫറെന്റ് കേസ്, ഇല്ല എന്ന് പറയുന്നില്ല. സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിനെക്കാളും എളുപ്പമാണ് ശരിക്കും പറഞ്ഞാൽ KS, ഇൻ മൈ പെർസ്പെക്ടീവ്. അത്രയും ഇല്ല. സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിന്റെ പേപ്പർ 2 ഒക്കെ നമുക്ക് ഒരുപാട് 9 മൊഡ്യൂളൊക്കെ ഒരുപാട് പഠിക്കാനുണ്ട്. അതും എല്ലാം പുതിയ കാര്യങ്ങളാണ്. സോ പഠിക്കുന്ന സമയത്ത് KS സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിനും ഒരുമിച്ചാണെന്ന് ജസ്റ്റ് ഒപ്പിഴ ഓർത്തിരിക്കും. ഓക്കെ, ഞാൻ KS മാത്രമല്ല പഠിക്കുന്നത്. ഇതിന്റെ ഇടയിൽ നമുക്ക് KS വേണ്ടിയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ കൂടി, മെയിൻസിന്റെ ക്വസ്റ്റ്യൻസ് ഇങ്ങനെ എഴുതും, ആൻസേഴ്സ് എഴുതും, ഒരു ക്വസ്റ്റ്യൻ ഇങ്ങനെ എഴുതും, ഡെയിലി ഒരു ക്വസ്റ്റ്യൻ, അല്ലെ, ആ രീതിയിൽ. അഗെയിൻ നമ്മുടെ ഫസ്റ്റ് പ്രയോറിറ്റി ഉണ്ടാവേണ്ടത് KS പ്രിലിംസ് ക്വാളിഫൈ ചെയ്യുന്ന 1000 കാൻഡിഡേറ്റിൽ, അല്ലെ, 1000 കാൻഡിഡേറ്റിൽ നമ്മളും ഉണ്ടാവണം. മെയിൻസ് എഴുതാനുള്ള ക്വാളിഫിക്കേഷൻ നമുക്ക് കിട്ടണം. ഇത് എപ്പോഴും മനസ്സിലാലോചിക്കുക. ആൻഡ് ഇത് വലിയ ഹെർക്കുലസ് ടാസ്ക് ഒന്നുമില്ല. ഒരുപാട് പേര് സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് മാത്രം പ്രിപ്പയർ ചെയ്യുന്നുണ്ട്, അല്ല, സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റും KS ഒരുമിച്ച് പ്രിപ്പയർ ചെയ്യാം, കുറച്ച് എഫേർട്ട് കൂടുതൽ ഇട്ട് കഴിഞ്ഞാൽ. KS അങ്ങനെ അതാണ് ഞാൻ പറഞ്ഞത്. നിങ്ങൾ ഇത് പ്രിപ്പയർ ചെയ്യാൻ എടുത്ത തീരുമാനം തന്നെ ഇറ്റ്സ് റിയലി അപ്രീഷിയബിൾ. അതിന് തന്നെ ഓക്കെ. സോ ഈ രീതിയിലായിരിക്കണം നിങ്ങളുടെ ടൈം ടേബിൾ ഉണ്ടാവുക. എനിക്കറിയാം ക്ലാസ് നീണ്ടു പോകുന്നുണ്ട്. സോ നമുക്ക് ക്ലാസ് കട്ട് ചെയ്യാൻ തോന്നും. ബാക്കി കാര്യങ്ങൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എനിക്ക് മെസ്സേജ് അയച്ചാൽ മതി. റൈറ്റ്, എല്ലാം ഇന്നത്തെ ക്ലാസ്സിൽ എല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ പറയാം. ഓക്കെ, സോ താങ്ക് യു, ഓൾ ദ ബെസ്റ്റ്. അടുത്ത ക്ലാസ്സിൽ കാണാം.